സെഷൻ ഇൻട്രൊഡക്ഷൻ കഴിയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്ക്രീൻ ക്ലിയർ ആവും. ഓക്കെ, സോ ഗുഡ് ഈവനിങ് ഓൾ. ആദ്യം തന്നെ ഓപ്പൺ സ്കൂളിന്റെ വർക്ക്ഷോപ്സ് 21 സീരീസിന് രജിസ്റ്റർ ചെയ്ത് ഇപ്പൊ നമ്മുടെ കൂടെ ജോയിൻ ആയിട്ടുള്ള നിങ്ങളെല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരുപാട് പേര് ജോയിൻ ആയിട്ടുണ്ട്. അത് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷവും മോട്ടിവേഷനും ഒക്കെ തരുന്നുണ്ട്. സോ ഓപ്പൺ സ്കൂളിംഗ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു പറ്റം കോളേജ് സ്റ്റുഡൻസ് ചേർന്ന് കൊറോണ പ്രതിസന്ധി മൂലം കഷ്ടപ്പെടുന്ന സ്കൂൾ സ്റ്റുഡൻസിനെ സഹായിക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു കമ്മ്യൂണിറ്റിയാണ്. ഒരു വർഷമായിട്ട് നടത്തി വരുന്നുണ്ട്. സോ പഠന ആക്ടിവിറ്റീസ് സ്കിൽ വർക്ക്ഷോപ്സ് നടത്തുന്നത്. സോ ഇതുവരെ നമ്മൾ വർക്ക്ഷോപ്സ് ഒരുപാട് നടത്തിയിട്ടുണ്ടെങ്കിലും വർക്ക്ഷോപ്സ് നമ്മൾ ആദ്യമായിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ വർക്ക്ഷോപ്പ് 21 സീരീസിലെ ആദ്യത്തെ വർക്ക്ഷോപ്പായ ഗ്രാഫിക് ഡിസൈനിങ് വർക്ക്ഷോപ്പ് ആയിരിക്കും ഇപ്പൊ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് വീഡിയോ എഡിറ്റിംഗ്, മൊബൈലിലെ പോസ്റ്റർ മേക്കിംഗ്, അങ്ങനെ സീരീസ് തന്നെ വരുന്നുണ്ട്. അപ്പൊ എല്ലാ വർക്ക്ഷോപ്സും നിങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സോ ഇന്ന് ആദ്യമായിട്ട് ഗ്രാഫിക് ഡിസൈനിന്റെ സെഷൻ ആണ് ഉണ്ടാവുക. ഈ സെഷൻ നയിക്കുന്നത് നമ്മുടെ ഓപ്പൺ സ്കൂളിംഗിലെ വോളണ്ടിയർ ആയിട്ടുള്ള ആനന്ദ് ബി അർജുൻ ആണ്. ആനന്ദ് TKM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് പാസ് ഔട്ട് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ ആണ്. ഓപ്പൺ സ്കൂളിംഗിന്റെ ഗ്രാഫിക് ഡിസൈനേഴ്സ് ടീമിലെ ഒരാളാണ്. സോ ഇന്ന് ആനന്ദ് നിങ്ങൾക്ക് ഫോട്ടോഷോപ്പ് പരിചയപ്പെടുത്തുകയും പോസ്റ്റർ ഉണ്ടാക്കാനുള്ള ബേസിക്സ് പഠിപ്പിക്കുകയും ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് സെഷനിലേക്ക് കടക്കാം. എല്ലാവരും ആക്റ്റീവ് ആയിട്ടിരിക്കുക. ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിക്കുക. സോ ലെറ്റ്സ് ഗോ ടു ദ സെഷൻ. ഓവർ ടു ആനന്ദ്. വെൽക്കം ആനന്ദ്. Hi, welcome. Hello. ക്ലിയർ ആണ്. Okay. ഓക്കെ, അപ്പോൾ സ്ക്രീൻ കാണുന്നില്ല എല്ലാവർക്കും? അപ്പോൾ ഞാനാണ് വർക്ക്ഷോപ്പ് ഹാൻഡിൽ ചെയ്യുന്നത്. ഞാൻ ഓപ്പൺ സ്കൂളിൻ്റെ വോളണ്ടിയർ ആണ്. ഇപ്പോൾ നമുക്ക് ഇന്ന് ഫസ്റ്റ് വർക്ക്ഷോപ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു ഐഡിയ, അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഒരു ഡിസൈൻ അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്ററിനകത്ത് ഈ ഒരു വർക്ക്ഷോപ്പിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഫുള്ളി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിപ്പോൾ അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ എടുക്കുന്ന 2 ആൾക്കാരാണെങ്കിലും, അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് ബുക്ക് ചെയ്യുന്ന എങ്ങനെയാണെങ്കിലും, അല്ലെങ്കിൽ വർക്ക്ഷോപ്പിന്റെ കണ്ടന്റ് എന്താണെങ്കിലും, അത് ആരെ ഹോസ്റ്റ് ചെയ്യുന്നുള്ളതും ഇത് മൊത്തം നമുക്ക് കാണാൻ പറ്റും. അതാണ് ഗ്രാഫിക് ഡിസൈനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു ഐഡിയ വിഷ്വലി എക്സ്പ്രസ് ചെയ്യാനാണ് ഗ്രാഫിക് ഡിസൈനിങ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് നോർമലി ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഒരു ഇമേജ് ഫോമാറ്റിൽ എങ്ങനെ വിഷ്വലി എക്സ്പ്രസ് ചെയ്യാൻ എന്ന രീതിയിലാണ് ഇന്നത്തെ വർക്ക്ഷോപ്പ്, അതായത് ഗ്രാഫിക് ഡിസൈനിങ് ഇൻ ഫോട്ടോഷോപ്പ് വർക്ക്ഷോപ്പ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇമേജ് അല്ലെങ്കിൽ ഈ ഒരു ഇമേജ് എന്ന് പറയുന്നത് 2 ടൈപ്പ് ഇമേജ് ഉണ്ട്. അതായത് ഒന്ന് വെക്ടർ ഇമേജും അല്ലെങ്കിൽ റാഫ്റ്റർ ഇമേജ് എന്ന് പറയും. നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ ഒരു ഇമേജ് അല്ലെങ്കിൽ ഈ ഫോട്ടോഷോപ്പിനകത്ത് ഓപ്പൺ ചെയ്ത ഫയൽ എന്ന് പറയുന്നത് റാഫ്റ്റർ ഇമേജ് ആണ്. അതായത് എക്സാമ്പിൾ പറഞ്ഞു തരാം. ഞാനിപ്പോൾ ഇത് സൂം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഓരോരോ സ്ക്വയർ ബോക്സസ് അല്ലെങ്കിൽ പിക്സൽ എന്ന് പറയും. നിങ്ങൾക്ക് ഓരോന്ന് കാണാൻ പറ്റും, ചെറിയ സ്ക്വയർ ബോക്സസിനെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു ഇമേജ് സൂം ചെയ്യുക അല്ലെങ്കിൽ ഒരു ഇമേജ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ സ്ക്വയർ ബോക്സിനെ കാണാൻ പറ്റുന്ന ഇമേജിനെ നമ്മൾ റാഫ്റ്റർ ഇമേജ് എന്നാണ് പറയുന്നത്. അതേസമയം ഈ ഒരു ഫയൽ അല്ലെങ്കിൽ ഈ ഒരു PDF, ഇത് ഒരു PDF ഫയലാണ്. ഇതിനെ ഞാൻ സൂം ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതിനെ സൂം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ബ്രേക്ക് ഡൗൺ കാണാൻ പറ്റത്തില്ല. അതായത് നിങ്ങൾ എത്ര സൂം ചെയ്യാലും ഒരു പിക്സലോ അല്ലെങ്കിൽ ഒരു സ്ക്വയർ ബോക്സോ കാണാൻ പറ്റത്തില്ല.
അപ്പോൾ ഇതിനെ പറയുന്നത് റാഫ്റ്റർ ഇമേജ് വെക്ടർ ഇമേജ് എന്നാണ്. അതായത് നമ്മൾ ഒരു പോസ്റ്റർ അല്ലെങ്കിൽ ഇതേപോലെ ഡിജിറ്റൽ ആർട്ട് ഏതൊരു ഇതെടുത്താലും നമ്മൾ എല്ലാം ഔട്ട് എടുക്കുന്നത് വെക്ടർ ഇമേജ് ആയിട്ടാണ്. കാരണം ഒരു ക്ലാരിറ്റി ലോസ് ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ടാണ് വെക്ടർ ഇമേജ് ചെയ്യുന്നത്. വെക്ടർ ഇമേജ് നോർമലി വരുമ്പോൾ PDF അല്ലെങ്കിൽ നമ്മളിപ്പോൾ വരയ്ക്കത്തില്ലേ ഡിജിറ്റൽ ഡ്രോയിങ് ഒക്കെ, അതൊക്കെയാണ് വെക്ടർ ഇമേജിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് തിരിച്ച് വർക്ക്ഷോപ്പിലേക്ക് തന്നെ പോവാം. ഓക്കെ, അപ്പോൾ എല്ലാവരും എനിക്ക് തോന്നുന്നു എല്ലാവർക്കും മെയിൽ വന്നിട്ടുണ്ട്. അതായത് വർക്ക്ഷോപ്പിന്റെ കണ്ടന്റ് എല്ലാവർക്കും മെയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആരും പേടിക്കണ്ട, ഇപ്പോൾ ഫോട്ടോഷോപ്പ് ഇല്ല എന്ന് ആരും പേടിക്കണ്ട. അതിന് ഒരു ഓൺലൈൻ മാർഗമുണ്ട്. ജസ്റ്റ് വെബ്സൈറ്റിൽ കയറുക, ഒരു വെബ്സൈറ്റ് കയറുക, എന്നിട്ട് photopea.com എന്ന സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് ഫോട്ടോഷോപ്പ് ഓൺലൈനായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അതിന്റെ ലിങ്ക് ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്ത് തരാം. Photopea എന്ന സൈറ്റിൽ കയറിയിട്ട് ജസ്റ്റ് ഒരു ഫോട്ടോഷോപ്പ് എങ്ങനെ ഇരിക്കുമോ അതിന്റെ എല്ലാ ഫങ്ഷൻസും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. വരയ്ക്കാനാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഫോട്ടോ എംബഡ് ചെയ്യാൻ വേണമെങ്കിലും ഈ ഒരു സൈറ്റ് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു സിസ്റ്റം വേണമെന്നില്ല, ജസ്റ്റ് ഫോണകത്താണെങ്കിലും നിങ്ങൾക്ക് ഇതെല്ലാം യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് തിരിച്ച് വർക്ക്ഷോപ്പിലേക്ക് തന്നെ പോകാം. ഇപ്പോൾ ഈ വർക്ക്ഷോപ്പിന്റെ മെയിൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഒരു ഐഡിയ ഫ്രം ബേസിക്സ് നമ്മളെങ്ങനെ ചെറുതായ രീതിയിൽ എല്ലാം അത്യാവശ്യം എല്ലാം വെച്ച് എല്ലാ ടൂൾസും ഇല്ല, അത്യാവശ്യം യൂസ് ചെയ്യേണ്ട ഒരു ടൂൾസ് വെച്ചിട്ട് നമ്മൾ എങ്ങനെ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്ന രീതിയിലാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഒരു ഫ്രഷ് ഫയൽ തന്നെ തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഒരു പുതിയതായിട്ട് ഫയൽ ഓപ്പൺ ചെയ്യണം. അതായത് ഫയലിൽ കയറിയിട്ട് ന്യൂ കൊടുത്ത ഫയൽ കിട്ടും. അപ്പോൾ എൻ്റെ വേർഷൻ എന്ന് പറയുന്നത് പുതിയ ഫോട്ടോഷോപ്പിന്റെ 2020 വേർഷൻ ആയതുകൊണ്ട് ഇങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ കസ്റ്റമായിട്ട് എനിക്ക് വേണമെങ്കിൽ ടെംപ്ലേറ്റ്സ് തന്നെ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി ടെംപ്ലേറ്റ്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് 1350x1800 എന്ന ഒരു സ്ക്രീൻ സൈസിലാണ്. അതായത് നമ്മൾ നോർമൽ ഇൻസ്റ്റഗ്രാം പിക്ചർ കാണുന്ന സൈസ് ഉണ്ടല്ലോ, അതാണ് ഈ ഒരു സ്ക്രീനിന്റെ വിഡ്ത്തും ഹൈറ്റും വരുന്നത്. അപ്പോൾ ഓൾറെഡി ഞാൻ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ഞാൻ ഇത് ഓപ്പൺ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ അപ്പോൾ ഇത്രയും ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ലൈക്ക് ഇത്രയും ഗ്രാഫിക് ഡിസൈനിങ് എന്താണ് പറഞ്ഞത്, അല്ലെങ്കിൽ വെക്ടർ ഇമേജ്, അല്ലെങ്കിൽ ഇങ്ങനെ ഫയൽ ഓപ്പൺ ചെയ്യാം, ഇത്രയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് മെസ്സേജ് ഇടുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മൈക്ക് ഓൺ ആക്കി സംസാരിച്ചാലും മതി. ഹലോ, കേൾക്കുന്നില്ലേ? ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ മാക്സിമം എന്ത് ഡൗട്ട് വന്നാലും മാക്സിമം ചാറ്റ് ബോക്സിൽ പറയാമോ? ഓക്കെ, പറയാലോ. എന്നിട്ട് വേണോ? ഹലോ, ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ വെച്ചാൽ ഗ്രാഫിക് ഡിസൈനിങ് എന്താണെന്ന് പറഞ്ഞത്. അതായത് ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു ഐഡിയ, അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ ഇന്ന് നടക്കുന്ന ഈ വർക്ക്ഷോപ്പ് അത് പറയുന്നത് ഒരു ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് വീഡിയോ എഡിറ്റിംഗ് വർക്ക്ഷോപ്പ് ആണ്. അപ്പോൾ അതിന്റെ ഫുൾ കണ്ടന്റ്, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആരെ ഹോസ്റ്റ് ചെയ്യാൻ, അതായത് ലോഗോ ഉണ്ട്, എപ്പോഴാണ് ടൈമിംഗ് ഉണ്ട്, അതുപോലെ എവിടെ വെച്ചാണ് അതിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്, ആരാണ് കണ്ടന്റ് എടുക്കുന്നത് എന്നുള്ളതും ഫുള്ള് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഗ്രാഫിക് ഡിസൈനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഏതൊരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു ഐഡിയനെ നമ്മൾ വിഷ്വലി എക്സ്പ്രസ് ചെയ്യുന്നതിനാണ് ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു ഐഡിയ, അതായത് ഗ്രാഫിക് ഡിസൈനിങ്, അതായത് ഈ പോസ്റ്ററിനെ നമ്മളൊന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇമേജ് ടൈപ്പാണ്, ഫോട്ടോഷോപ്പ് ഇമേജ് ടൈപ്പാണ് ഈ പോസ്റ്റർ റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഇമേജ് എന്ന് പറയുന്ന 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് വെക്ടർ ഇമേജും അതേപോലെ തന്നെ റാഫ്റ്റർ ഇമേജും. നമ്മൾ ഇപ്പോൾ ചെയ്തിട്ടേക്കുന്ന ഈ ഫയല് റാഫ്റ്റർ ഇമേജ് ആണ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഫോക്കസ് അല്ലെങ്കിൽ സൂം ചെയ്യുന്ന സമയത്ത് ഇത് കണ്ടോ, ഓരോ സ്ക്വയർ, അല്ലെങ്കിൽ ഈ സ്ക്വയറിന് നമ്മൾ പിക്സൽ എന്ന് പറയുന്നതാണ്. ഓരോ പിക്സൽ നമുക്ക് എടുത്തറിയാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഫയൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഏതായാലും ക്യാമറയ്ക്കകത്തോ അല്ലെങ്കിൽ മൊബൈലിലോ ഫോട്ടോ എടുക്കുന്ന ഫയല് അത് എപ്പോഴും റാഫ്റ്റർ ഇമേജ് ആണ്. അതേപോലെ തന്നെ ഞാൻ വേറെ ഫയൽ കാണിച്ചു തരാം. ഈ ഒരു ഫയൽ ഞാൻ ഇത് നേരത്തെ തന്നെ സൂം ചെയ്ത് വെച്ചേക്കുന്ന ഫയലാണ്.
ഈ ഒരു ഫയൽ സൂം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ബ്രേക്ക് ഡൗണോ അല്ലെങ്കിൽ ഒരു അതിനകത്ത് നേരത്തെ കാണിച്ച പോലെ തന്നെ ഓരോ സ്ക്വയറോ കാണാൻ പറ്റത്തില്ല. പക്ഷെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കാണാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ഒരു JPG ഫയലാണ് ഇട്ടേക്കുന്നത്, അതുകൊണ്ടാണ് അത് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ഗ്രെയിൻസ് വരുന്നത് അല്ലെങ്കിൽ ഈ ഒരു പിക്സൽ വരുന്നത്. അല്ലാതെ ഈ ഒരു പോസ്റ്റർ നമ്മൾ എത്ര സൂം ചെയ്താലും ഇതിനകത്തുള്ള കണ്ടന്റ് ബ്രേക്ക് ഡൗൺ ആവുന്നില്ല. അപ്പോൾ ഈ ഒരു കണ്ടന്റ്, ഈ ഒരു ഇമേജിനെയാണ് നമ്മൾ വെക്ടർ ഇമേജ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് റാഫ്റ്റർ ഇമേജ് തന്നെയാണ്. അത് ഞാൻ എങ്ങനെ വെക്ടർ ഇമേജ് ആക്കണമെന്നും അതേപോലെ തന്നെ എങ്ങനെ ഹൈ ക്വാളിറ്റിയിൽ സേവ് ചെയ്യാം ഉള്ളതെല്ലാം ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ ഇതുവരെ ക്ലിയർ അല്ലേ? അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാം. നമ്മുടെ സ്റ്റാഫ് അല്ലെങ്കിൽ വോളണ്ടിയേഴ്സ് എല്ലാം ആക്റ്റീവ് ആണ്, അവർ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഞാനുണ്ട്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ജസ്റ്റ് ചാറ്റ് ബോക്സ് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു ഫയൽ അല്ലെങ്കിൽ ഒരു പുതിയ ഫയൽ എങ്ങനെ ഫസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യാവുന്ന രീതിയിൽ തുടങ്ങാം വർക്ക്ഷോപ്പ്. അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്, അതായത് നമ്മൾ ജസ്റ്റ് ഫയൽ എടുക്കുക, ഒരു ന്യൂ കൊടുക്കുമ്പോൾ, അതായത് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന വേർഷൻ പുതിയൊരു വേർഷനാണ്. ആ വേർഷനകത്ത് എനിക്ക് കുറെ കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത കുറെ കസ്റ്റം ടെംപ്ലേറ്റ്സ് എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഓൾറെഡി രണ്ടെണ്ണം കിടക്കുന്ന ഇൻസ്റ്റഗ്രാം, നമ്മൾ നോർമൽ ഇൻസ്റ്റഗ്രാം ഫോട്ടോയുടെ സൈസ് ആണ് ഞാൻ ഇപ്പോൾ സെറ്റ് ചെയ്ത് ഫോട്ടോഷോപ്പിനകത്ത് ഈ പോസ്റ്റർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇമേജ് സൈസ് എന്ന് പറയുമ്പോൾ 1350, അതായത് വിത്തും 1800 ഹൈറ്റും ആണ്. റെസൊല്യൂഷൻ നോർമലി 300 ആണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സെറ്റ് ചെയ്തിട്ടേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഏതൊരു ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിനകത്ത് കാണുന്ന ഏതൊരു ആഡ് ആണെങ്കിലും ഈ ഒരു കോൺഫിഗറേഷൻ എല്ലാത്തായിരിക്കും ഇൻസ്റ്റാഗ്രാമിന്റെ വിത്ത് സൈസും വരുന്നത്. ഈ 1350 ഇൻറ്റു 1800 ആയിരിക്കും അതിന്റെ വിത്തിന്റെ ഹൈറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് ക്ലോസ് ചെയ്യാണ്. എന്നിട്ട് ക്രിയേറ്റ് കൊടുത്താൽ മതി. അപ്പോൾ ഫയൽ ക്രിയേറ്റ് ആയിക്കോളും. ഓക്കെ, അപ്പോൾ ഫയൽ ക്രിയേറ്റ് ആയി. അപ്പോൾ ഫസ്റ്റ്ലി അപ്പോൾ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഒരു ബ്ലൂ ഷെയ്ഡാണ്, ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് തന്നെ. അപ്പോൾ ഇതേ പോസ്റ്ററാണ് നമ്മൾ റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നമ്മളിപ്പോൾ എത്ര ഒരു കാര്യം ഇപ്പോൾ എത്ര വേറെ ആൾ ചെയ്ത കാര്യം അതേപോലെ കോപ്പി അടിക്കാൻ നോക്കിയാലും നമ്മൾ ഡിസൈനിങ് ഫീൽഡ് അല്ലെങ്കിൽ ഡിസൈനിങ് ഏരിയ ഉണ്ട് എപ്പോഴും അതേപോലെ വരണമെന്നില്ല. ലൈക്ക് ഇപ്പോൾ ഞാൻ ചെയ്ത കാര്യം ഇപ്പോൾ വേറെ കാര്യങ്ങൾ വല്ലതും ചെയ്യുന്ന വെച്ചോ, അപ്പോൾ ഞാൻ എത്ര ചെയ്ത് അല്ലെങ്കിൽ ഞാൻ ചെയ്ത സെയിം ഫയൽ തന്നെ അല്ലെങ്കിൽ അതിന്റെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഫയൽ തന്നെ, അതായത് എക്സാമ്പിൾ പറയുന്നത് ഞാൻ ഇതിന്റെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഫയലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും മെയിൽ അയച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളെല്ലാം അല്ലെങ്കിൽ എല്ലാം കളഞ്ഞു, എന്നിട്ട് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കൊണ്ട് തന്നെ പുതിയ ഫയൽ ഓപ്പൺ ചെയ്തു, എന്നിട്ട് ഇതിനകത്തുള്ള സാധനം നിങ്ങൾ അതേപോലെ കോപ്പി ചെയ്ത് വെച്ചാലും ലൈക്ക് നിങ്ങളുടെ ഒരു ഐഡിയ കാണുമല്ലോ എങ്ങനെ വരും, അത് ഓട്ടോമാറ്റിക്കലി ഈ ഒരു വർക്കിലേക്ക് വരും. അതാണ് ഗ്രാഫിക് ഡിസൈനിന്റെ വേറെ ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇതിനകത്തോട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ എത്ര കോപ്പി ചെയ്തു അല്ലെങ്കിൽ നമ്മൾ അവിടുന്ന് കട്ട് ചെയ്ത് ഇവിടെ വെച്ചെന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ സ്വന്തം ക്രിയേറ്റിവിറ്റി ഇതിനകത്ത് ഓട്ടോമാറ്റിക്കലി വരും. അതാണ് ഒരു ഗ്രാഫിക് ഡിസൈനേഴ്സിന് അല്ലെങ്കിൽ ഒരു ഡിസൈനറിന്റെ ഒരു യൂണിക് ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഹലോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ്ലി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറയുന്ന ഒരു ഡാർക്ക് ബ്ലൂ തീമാണ്. അപ്പോൾ ഞാൻ ഏകദേശം ആ കളർ തന്നെ എടുക്കാം, കളർ പിക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് റൈറ്റ് സൈഡ് താഴെ ലെയർ എന്ന ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷൻ കണ്ടില്ലെങ്കിൽ ജസ്റ്റ് വ്യൂ കയറിയിട്ട് ഓപ്പൺ ചെയ്തിട്ടാൽ മതി. വിൻഡോസിൽ കയറിയിട്ട് ഈ ഒരു ഓപ്ഷൻ ഓപ്പൺ, ലെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ഓപ്പൺ ചെയ്തിട്ടാൽ മതി. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഫയൽ ഉണ്ടല്ലേ, ഇവിടെ ഓപ്ഷൻ എനേബിൾ ആണ്, ഇതാണ് അതിന്റെ ഓപ്ഷൻ. ഇത് ക്ലിക്ക് ചെയ്തിട്ട് സോളിഡ് കളർ കൊടുത്താൽ മതി. അപ്പോൾ ആ കളർ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഓഫ്ലൈൻ ആണ് യൂസ് ചെയ്യുന്നത്, അതായത് എൻ്റെ ഫോട്ടോഷോപ്പിനകത്ത് തന്നെ യൂസ് ചെയ്യുന്നത്. വെബ് ആവശ്യമുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്കോഴ്സിന്റെ ലിങ്ക് എല്ലാവർക്കും അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് മാക്സിമം ജോയിൻ ചെയ്യുക. അപ്പോൾ ഫുൾ കണ്ടന്റും അല്ലെങ്കിൽ ഇതേപോലത്തുള്ള ഓരോ ക്ലാസ്സുകളും അതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ മാക്സിമം അതിനകത്ത് എല്ലാം ജോയിൻ ചെയ്യാൻ നോക്കുക. അപ്പോൾ വർക്ക്ഷോപ്പിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ ഞാൻ സോളിഡ് കളറാണ് എടുക്കുന്നത്, ഗ്രേഡിയന്റ് എടുക്കുന്നില്ല, സോളിഡ് കളർ എടുത്തു. അപ്പോൾ ഞാൻ ഇവിടെ കൊടുക്കാൻ പോകുന്നത് മറ്റേ ബ്ലൂ കളർ തന്നെയാണ്. അപ്പോൾ ബ്ലൂവിലേക്ക് ഏകദേശം ഒരു ഓക്കെ ഈ ഒരു ഷെയ്ഡാണ് ഞാൻ മറ്റേതും കൊടുത്തേക്കുന്നത്. ഓക്കെ, ഞാൻ ഒരു ബ്ലൂ കളർ തീം അല്ലെങ്കിൽ ബ്ലൂ കളർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റി ഇവിടെ 2 ലെയർ ആയിട്ട് വരുന്നത്, അതായത് കളർ ഫില്ലും ബാക്ക്ഗ്രൗണ്ടും. കാരണം എന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും നമുക്ക് എഡിറ്റബിൾ അല്ല. ലൈക്ക് ഈ ഒരു പ്ലേസ് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് ഇതിനകത്ത് നമുക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പോലും ഈ ഒരു ലെയർ ഓഫ് ചെയ്തിട്ടാലേ
ഇതിനകത്ത് ലൈക്ക് ഇപ്പോൾ ബ്രഷ് യൂസ് ചെയ്ത് സോറി കളർ മാറി കൊടുക്കുക. ഓക്കെ, ബ്രഷ് യൂസ് ചെയ്ത് വരയ്ക്കണമെങ്കിൽ പോലും ഈ ഒരു ലെയർ ഓഫ് ചെയ്തിട്ടാൽ മാത്രമേ പറ്റുള്ളൂ. കണ്ടില്ലേ, ഈ ലെയർ ഓൺ ചെയ്യുമ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിന്റെ മേളിലായതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിനകത്ത് എന്ത് ചെയ്താലും നമുക്ക് കാണാൻ പറ്റത്തില്ല. സോ എനിക്കിപ്പോൾ വേണ്ടത് ഈ കളർ തന്നെയാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് വേണ്ടത്. അപ്പോൾ ഞാൻ ഈ കളർ എടുത്ത് മേലിട്ടു. എന്നിട്ട് ഞാൻ ഇത് മെർജ് ചെയ്യുമ്പോൾ, അതായത് രണ്ട് ബാക്ക്ഗ്രൗണ്ടും അതുപോലെ കളർ ഫില്ലും എനിക്ക് ഒറ്റ ലെയറാണ് വേണ്ടത്. അപ്പോൾ ഞാൻ മെർജ് ചെയ്യാൻ പോകുന്നത്. അത് മെർജ് ചെയ്യേണ്ടത് വെച്ചാൽ ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ ഓൾറെഡി സെലക്ട് ആണ്. അപ്പോൾ കൺട്രോൾ പ്ലസ് ഈ കളർ ഫില്ലിനെ ലെയർ ക്ലിക്ക് ചെയ്യുമ്പോൾ സെലക്ട് ആയിട്ടുണ്ട്. ആൻഡ് അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ മെർജ് ലെയർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, കണ്ടില്ലേ? അത് കൊടുക്കുമ്പോൾ മെർജ് ആയി. അതായത് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടും മറ്റേ കളറും ഓൾറെഡി മെർജ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ഞാൻ ചെയ്തേക്കുന്നത് വെച്ചാൽ ഈ ഒരു റൈറ്റിംഗ് അല്ലെങ്കിൽ നമ്മുടെ ഹെഡിങ് അതിനടുത്ത് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലെഫ്റ്റ് സൈഡിൽ ടൂൾ ബാർ ഉണ്ടല്ലോ, ഈ മൂവ് ഓപ്ഷൻ അല്ലെങ്കിൽ ഇങ്ങനെ കുറേ ഇത് കണ്ടില്ലേ, അതിനകത്ത് ഞാൻ അതായത് ടെക്സ്റ്റ് ഫയലാണ് എടുക്കുന്നത്. ടെക്സ്റ്റ് ആണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് വേർഡ് അല്ലെങ്കിൽ എന്തൊരു കണ്ടന്റ് ടൈപ്പ് ചെയ്യണമെങ്കിൽ പോലും ഈ ഒരു ഫയൽ, ഈ ഒരു ടൂൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഫയൽ ടൈപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് ഒന്നുകൂടെ പറഞ്ഞുതരാം. ഡിലീറ്റ് ചെയ്യണേ. ഓക്കെ, ആദ്യത്തെ പറഞ്ഞുതരാം. ഇതാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്. ലൈക്ക് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു പുതിയ ഫയലാണ് ഓപ്പൺ ചെയ്തത്. ഒന്നുകൂടെ കാണിച്ചു തരാം. അത് ഫയൽ എടുത്തു, ന്യൂ കൊടുത്തു. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഇൻസ്റ്റഗ്രാമിൻ്റെ റെസൊല്യൂഷനിൽ ഫോട്ടോ സൈസ് എന്നകത്തുള്ള ഒരു ഫയലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് 1350 ഇൻറ്റു 1800. ഞാൻ ചാറ്റ് ബോക്സിനകത്ത് ഇട്ടുതരാം. 1350. ഓക്കെ, ഇതാണ് ഞാൻ ചാറ്റ് ബോക്സിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ 1350 ഇൻറ്റു 1800 എന്നതാണ് ഇതിൻ്റെ ഒരു റെസൊല്യൂഷൻ്റെ വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് വരുന്നത്. അപ്പോൾ അതാണ് ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. എൻ്റെ ഒരു പുതിയ വെർഷൻ ആയതുകൊണ്ട് ഇതിനകത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ മാക്സിമം എല്ലാവരും ഇപ്പോൾ സിസ്റ്റം ഉള്ള ആൾക്കാരാണെങ്കിൽ ഓഫ്ലൈൻ തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. കാരണം വെച്ചാൽ ഫോട്ടോഷോപ്പിനകത്ത് കുറേ വേറെ കുറേ ഫങ്ഷൻസ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. അതേപോലെ തന്നെ ഇപ്പോൾ ഫോട്ടോഷോപ്പ് എന്ന് പറയുന്നത് പെയ്ഡ് വെർഷൻ ആണ്. അപ്പോൾ മാക്സിമം 7 day ട്രയൽ ഉണ്ട്. അപ്പോൾ അത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ മതി. അപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഈ പഴയ ഫയൽ ഞാൻ ക്ലോസ് ചെയ്തു. അപ്പോൾ ഇതാണ് ഫയൽ ക്രിയേറ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ഈ ഫയലിനകത്ത് വേറെ കണ്ടന്റ് ഒന്നുമില്ല, എല്ലാം ബ്ലാങ്ക് ആണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഈ ഒരു ഇമേജ് അല്ലെങ്കിൽ ഈ ഒരു ഫയല് ഞാൻ റീക്രിയേറ്റ് ചെയ്യാൻ പോവാണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഈ റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു ബ്ലൂ ഷെയ്ഡാണ്, ഡാർക്ക് ബ്ലൂ, കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു കളറാണ് എനിക്ക് ഇവിടെയും വേണ്ടത്. അപ്പോൾ ഞാൻ അതാണ് കൊടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ലെയർ ഓപ്ഷൻ കണ്ടില്ലേ, ഈ ലെയർ ഓപ്ഷൻ എനേബിൾ അല്ലെങ്കിൽ ജസ്റ്റ് വിൻഡോസ് ടൂളിൽ കയറുക, എന്നിട്ട് ലെയർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ കൊടുത്താലും മതി. അപ്പോൾ ഈ ഒരു വേർഷൻ എനേബിൾ ആവും. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് കളർ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിലോ എവിടെ വേണമെങ്കിലും കളർ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ കണ്ടില്ല ഒരു സർക്കിളിനകത്ത്, ഹാഫ് സർക്കിളിനകത്ത് കളറുള്ള, അതായത് ഫിൽ ലെയർ ആണ്. അപ്പോൾ അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സോളിഡ് കളർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. സോളിഡ് കളർ കൊടുത്തിട്ട് എനിക്ക് വേണ്ടത് ഒരു ബ്ലൂ കളർ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ബ്ലൂവിലേക്ക് ഈ ടൈം ലൈൻ ഒന്ന് ജസ്റ്റ് മൂവ് ചെയ്തു. ഏകദേശം ഈ ഒരു ബ്ലൂ ആണ്. ഓക്കെ, ഞാൻ അത് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ 2 ലെയർ ആയിട്ടാണ് നടക്കുന്നത്. ഒന്ന് കളർ ഫിൽ ലെയറും ഒന്ന് ബാക്ക്ഗ്രൗണ്ട് ലെയറും. കാരണം ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് എഡിറ്റബിൾ അല്ല. ലൈക്ക് എന്ന് വെച്ചാൽ വേറെ ഒരു സാധനം ഇതിനകത്തോട് ഇടുമ്പോൾ എപ്പോഴും ഇതിൻ്റെ ലെയറിൻ്റെ മേലിൽ വന്ന് കിടക്കത്തുള്ളൂ, ബാക്ക്ഗ്രൗണ്ട് ലെയർ ആയതുകൊണ്ട്. അപ്പോൾ ഇപ്പോൾ എനിക്ക് വേണ്ടത് ഈ 2 ലെയർ ഒരുമിച്ചാണ് വേണ്ടത്. കാരണം ഞാൻ ഈ ഒരു കളർ ഫിൽ ലെയറിനകത്ത് തന്നെയാണ് ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ 2 ലെയറും കൂടെ ഒരുമിച്ചാക്കുകയെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ സെലക്ട് ആയ ലെയർ എന്ന് പറയുന്നത് ഈ കളർ ഫിൽ ലെയർ ആണ്. അപ്പോൾ ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് കൂടെ ക്ലിക്ക് ചെയ്യുക, കൺട്രോൾ പ്ലസ് ബാക്ക്ഗ്രൗണ്ട് നിൽക്കുക, അല്ലെങ്കിൽ കൺട്രോൾ പ്ലസ് ഏത് ഫയലാണ് വേണ്ടത് വെച്ചാൽ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ മെർജ് ലെയേഴ്സ് എന്ന ഓപ്ഷൻ ഉണ്ട്, കണ്ടില്ലേ? മെർജ് ലെയേഴ്സ് കൊടുക്കുമ്പോൾ ഈ കളർ മെർജ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്. ഇതിനകത്ത് എനിക്ക് വേണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വരയ്ക്കാനോ അല്ലെങ്കിൽ എഴുതാനോ എന്തോ വേണമെങ്കിലും പറ്റും. ഓക്കെ, അപ്പോൾ
ഇപ്പോൾ നിങ്ങളിപ്പോൾ എന്തെങ്കിലും വർക്ക് ചെയ്യേണ്ട സമയത്ത് നേരത്തെ ഞാൻ കാണിച്ച പോലെ തന്നെ ഇപ്പോൾ അറിയാതെ ഒരു ഡ്രോയിങ് അല്ലെങ്കിൽ എന്തെങ്കിലും ലൈൻ എന്ന് വെച്ചോ, അത് ജസ്റ്റ് റീഡു അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് പോകാൻ വേണ്ടിയിട്ട് Ctrl+Z നിൽക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ തന്നെ തുടങ്ങാം. അതായത് എൻ്റെ കണ്ടന്റ് അല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇത്രയൊരു സെക്ഷനാണ്. ഈ ഒരു സെക്ഷനാണ് ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്. വൺ ഡിസൈൻ ക്യാൻ മേക്ക് എ ഡിഫറൻസ് എന്ന സെക്ഷനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് വൺ ഡിസൈൻ ക്യാൻ മേക്ക് എ ഡിഫറൻസ് എന്ന സെക്ഷനകത്ത് മൊത്തം 2 ടൈപ്പാണുള്ളത്. ഒന്ന് വൺ ഡിസൈൻ ക്യാനും അടുത്തെന്ന് പറയുമ്പോൾ മേക്ക് എ ഡിഫറൻസ്. ഇത് 2 ടൈപ്പ് ടെക്സ്റ്റ് ആണ്. അപ്പോൾ ഞാൻ ഫസ്റ്റിലെ വൺ ഡിസൈൻ അല്ലെ ഈ ഒരു വൺ ഡിസൈൻ ക്യാൻ എന്നൊരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ലെയർ ആണ് ഞാൻ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ടെക്സ്റ്റ് ഫയൽ എടുത്തു. ടെക്സ്റ്റ് ഫയൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തും ടൈപ്പ് ചെയ്യാനും പറ്റൂ. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇമോജി ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലൈക്ക് ടെക്സ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ചെയ്യണമെങ്കിലും ടെക്സ്റ്റ് ഫയൽ തന്നെ വേണം. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ഫയൽ ഞാൻ ഇപ്പോൾ ആഡ് ചെയ്യാൻ പോവാണ്. ടെക്സ്റ്റ് ഫയൽ കൊടുത്തു. ഓക്കെ, എൻ്റെ കളർ ഇപ്പോൾ ബ്ലാക്ക് ആണ് കിടക്കുന്നത്. ഞാൻ ഒരു നേരത്തെ കിടന്ന പോലെ ഒരു യെല്ലോ വിഷ് കളർ കൊടുക്കാം. നേരത്തെ അതിനകത്ത് ഒരു യെല്ലോ കളർ ആണല്ലോ, അപ്പോൾ ഒരു യെല്ലോ കളർ തന്നെ കൊടുക്കാം. ഈ ഒരു യെല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യാണ്. വൺ ഡിസൈൻ. ഓക്കെ, ഇതാണ് ഇപ്പോൾ കിടക്കുന്നത്. പക്ഷേ എൻ്റെ അതിനകത്ത് കിടക്കുന്ന ഫോണ്ട് എന്ന് പറയുന്നത് വേറൊരു ഫോണ്ടാണ്, കുറച്ചൊരു ബോൾഡാണ്. അപ്പോൾ അത് ചെയ്യേണ്ടത് വെച്ചാൽ ജസ്റ്റ് ഇപ്പോൾ ഇത് ഡീസെലക്ട് ആയി. അപ്പോൾ ഇവിടെ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി സെലക്ട് ആവും. അതായത് ഈ ടീക്കകത്തൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി സെലക്ട് ആവും. എന്നിട്ട് ഇപ്പോൾ ഞാൻ ഈ ഓപ്പൺ സാൻസ് എന്നൊരു ഫോണ്ട് വെച്ചാണ് ചെയ്യുന്നത്. ഈ ഫോണ്ടൊക്കെ ഞാൻ എക്സ്ട്രാ ഡൗൺലോഡ് ചെയ്യാണ്. അല്ലാതെ നിങ്ങൾ ഫോട്ടോഷോപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നേരത്തെ ഞാൻ കാണിച്ചുള്ള വെബിനകത്ത് കയറുമ്പോഴോ ഇതിനകത്ത് ഇൻബിൽഡ് ആയിട്ടുള്ള കുറേ ഫോൺസ് ഉണ്ട്. ലൈക്ക് ഇപ്പോൾ ഇതൊക്കെ ഒരു ഇൻബിൽഡ് ആയിട്ടുള്ള ഫോൺസാണ്. പക്ഷേ ഈ ഫോൺസ് ഒന്നും നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന ഫോൺസ് അല്ല. ചില ഫോൺസ് ഒക്കെയാണ് നമുക്കിപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇപ്പോൾ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ സ്റ്റാൻഡേർഡ് ഫോൺസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഓപ്പൺ സയൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ എക്സ്ട്രാ ബോൾഡ് എന്നൊരു ഓപ്ഷൻ ആണ് എടുത്തേക്കുന്നത്. എന്നിട്ട് കുറച്ചൊന്ന് സൈസ് കൂട്ടി കൊടുക്കുവാണ്. ഓക്കെ, ഒരു 24 എടുത്തു. ഓക്കെ, ഇപ്പോൾ ഏകദേശം ആ ഡിസൈൻ്റെ ഇത് ഓക്കെ. ഇനി എനിക്ക് ഇതൊന്ന് അലൈൻ ചെയ്യണം. ഇപ്പോൾ ഞാൻ ഇവിടെ കൊണ്ടുവച്ച ടെക്സ്റ്റ് കൊടുത്തെന്ന് വെച്ചാൽ, പക്ഷേ എനിക്ക് എൻ്റെ ടെക്സ്റ്റ് ഫയൽ വേണ്ടത് ഈ ഒരു പാർട്ടിലാണ്. അതായത് ഈ ഒരു സൈഡിലാണ് എനിക്ക് എൻ്റെ ടെക്സ്റ്റ് ഫയൽ വേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ അത് എങ്ങനെ എടുക്കുന്നത് വെച്ചാൽ ഈ ഒരു മൂവ് ടൂൾ, അതായത് ലെഫ്റ്റ് സൈഡ് ടോപ്പിൽ മൂവ് ടൂൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, കണ്ടില്ലേ? ഇതിപ്പോൾ പുതിയ വേർഷൻ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ സൈഡിൽ കാണാൻ പറ്റും. അതിൻ്റെ ഒരു ചെറിയൊരു മിനി ആനിമേഷൻ കാണാൻ പറ്റും. ഇത് പുതിയ വേർഷൻ ഫോട്ടോഷോപ്പ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ആനിമേഷൻ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ മൂവ് ടൂൾ എടുത്തു. മൂവ് ടൂൾ എടുക്കുമ്പോൾ ഏത് ലെയറാണ് സെലക്ട് ആയിരിക്കുന്നത് ആ ലെയർ മാത്രമേ മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ ഈ ലെയറാണ് എനിക്ക് മൂവ് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് ഇവിടെ ഓൾറെഡി ഒരു ലെയർ ഉള്ളതുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്തു. ഞാൻ മൂവ് ടൂൾ യൂസ് ചെയ്യുകയാണ്. മൂവ് ടൂൾ യൂസ് ചെയ്തിട്ട് ഷിഫ്റ്റ് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ടോ ലൈൻ വരുന്ന കാണാം. അതായത് എനിക്ക് ഇതാണ് ഇപ്പോൾ എൻ്റെ സെൻറ്റർ പോർഷൻ. ഓക്കെ, ഇതാണ് എൻ്റെ സെൻറ്റർ പോർഷൻ. അപ്പോൾ കുറച്ച് ടോപ്പിലോട്ട് അയച്ചു. ഓക്കെ, എനിക്ക് ഇവിടെയാണ് വേണ്ടത്. ഞാൻ ഇവിടെ പ്ലേസ് ചെയ്തു. ഓക്കെ, ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു ഫസ്റ്റ് ലെയർ ഓക്കെ, അതായത് ഈ ഒരു സെക്ഷനിലെ എൻ്റെ ഈ ഒരു ലെയർ ഓക്കെ. ഇനി അടുത്ത എനിക്ക് വേണ്ടത് മേക്ക് എ ഡിഫറൻസ് എന്ന ഒരു അടുത്ത സെക്കൻഡ് ലെയർ ആണ്, അല്ലെങ്കിൽ സെക്കൻഡ് ടെക്സ്റ്റ് ഫയലാണ് മേക്ക് എ ഡിഫറൻസ് എന്നുള്ളത്. അപ്പോൾ ഞാൻ അതാണ് ചെയ്യാൻ പോകുന്നത് അടുത്ത. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ ചാറ്റ് ബോക്സിൽ. സാർ ഒരിക്കൽ കൂടി പറയാമോ എന്നുള്ളത്? ഏതാണ് വേണ്ടത്? ലെയർ എടുത്തു കഴിഞ്ഞിട്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഒന്ന് ഡിസ്കോഡ് ജോയിൻ ചെയ്ത് നോക്കുക. നമ്മൾ അതിനകത്ത് തന്നെ എല്ലാം ലിങ്കും അല്ലെങ്കിൽ എല്ലാ ആഡോൺസും നമ്മൾ അതിനകത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ഫസ്റ്റ് ലെയർ ക്രിയേറ്റ് ചെയ്തു. ഇനി സെക്കൻഡ് ലെയർ, അതായത് മേക്ക് എ ഡിഫറൻസ് എന്നൊരു ലെയർ ആണ് അടുത്ത വേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ ആഡ് ചെയ്തു. എന്നിട്ട് മേക്ക് എ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ എനിക്ക് ഇതിനകത്ത് ഞാൻ നേരത്തെ കൊടുത്തത് വൈറ്റ് കളറാണ്. അപ്പോൾ ഞാൻ വൈറ്റ് കളർ തന്നെ കൊടുക്കുകയാണ്. സെലക്ട് ചെയ്തു. അതായത് ഈ ഒരു ലെയർ ക്ലിക്ക് ചെയ്തിട്ട്, അതായത് ഈ ഒരു ലെയർ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ലെയർ സെലക്ട് ആവും. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് വൈറ്റ് കൊടുക്കുക. ഓക്കെ, വൈറ്റ് ആയി. അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഈ ഒരു ടി കണ്ടില്ലേ, അവിടെ കൊണ്ടുവന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ബ്ലൈൻഡിങ് ഓപ്ഷൻ എന്നൊരു ഓപ്ഷൻ കിട്ടും. അത് ക്ലിക്ക് ചെയ്താലും
എന്നിട്ട് ഇവിടെ വന്നിട്ട് കളർ ഓവർലേ കൊടുത്താൽ മതി. ഇവിടെ നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടം ആ കളർ കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ടെക്സ്റ്റിന്റെ അല്ലെങ്കിൽ ആ ഒരു ലെയറിന്റെ കളർ മാറുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഓൾറെഡി കളർ കൊടുത്തുകൊണ്ട് ഞാൻ ഇപ്പോൾ ചെയ്യുന്നില്ല, ഞാൻ ക്യാൻസൽ ചെയ്തു. ഓക്കെ, എനിക്ക് ഓൾറെഡി ഈ ഒരു ഈ മേക്ക് എ ഡിഫറൻസ് എന്ന് പറയുന്നത് എൻ്റെ ഈ വൺ ഡിസൈൻ ക്യാനിന്റെ തൊട്ട് താഴെ അല്ലെങ്കിൽ ആ ഒരു ലെയറിലാണ് വേണ്ടത്. അതായത് ലെയറിന്റെ തൊട്ട് താഴത്തെ ലെയറിലായിട്ടാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ അത് അങ്ങോട്ട് മൂവ് ചെയ്യാണ്. ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലെയർ സെലക്ട് ചെയ്തു, മൂവ് ടൂൾ എടുത്തു, എന്നിട്ട് ജസ്റ്റ് ഡ്രാഗ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു മിഡ് പോയിന്റ് കണ്ടില്ലേ. ഇപ്പോൾ പഴയ വേർഷൻ യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കൺട്രോൾ ആർ കൊടുത്താൽ നിങ്ങൾക്ക് ഈ സ്കെയിൽ കിട്ടും. ഈ സ്കെയിലിനകത്ത് നിന്ന് ജസ്റ്റ് താഴോട്ട് വലിച്ചിട്ടാൽ മതി. അപ്പോൾ ഒരു മിഡ് ലൈൻ അല്ലെങ്കിൽ സെൻട്രൽ പൊസിഷൻ കിട്ടും, കണ്ടില്ലേ. അപ്പോൾ ജസ്റ്റ് അതൊന്ന് യൂസ് ചെയ്യാൻ മതി പഴയ വേർഷൻ യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ. എന്നിട്ട് ഞാൻ ഓക്കെ, അപ്പോൾ 2 ലെയറായി. അപ്പോൾ എൻ്റെ പഴയ ഇമേജിനകത്ത് അല്ലെങ്കിൽ പഴയ പോസ്റ്ററിനകത്ത് ഈ ഇതൊരു വേറെ ഡിഫറെൻറ്റ് ഫോണിനകത്താണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഫോണിനകത്തോട്ട് ചെയ്യുവാണ്. അപ്പോൾ ഈ ലെയർ സെലക്ട് ചെയ്തു, എന്നിട്ട് ഓക്കെ ഇതൊരു ഫോൺ തന്നെയാണ്, കുറച്ച് സൈസ് കൂട്ടി കൊടുക്കുകയാണ്. ഒരു കസ്റ്റമൈസ് ചെയ്യാൻ പറ്റേ, ജസ്റ്റ് ആ സൈസിനവിടെ കൊണ്ടുപോയിട്ട് ഒന്ന് സെലക്ട് ചെയ്തിട്ട് ചേഞ്ച് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ ഓക്കെ, എന്നിട്ട് ഞാൻ മൂവ് ചെയ്യണേ. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കീബോർഡ് യൂസ് ചെയ്ത് മൂവ് ചെയ്യാൻ പറ്റും. അതായത് ലെയർ സെലക്ട് ചെയ്തിട്ട് മൂവ് ടൂൾ സെലക്ട് ചെയ്യുക, എന്നിട്ട് ആരോ കീ ഇല്ലേ, ആരോ കീ ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ നമുക്ക് ഏത് ഡയറക്ഷനാണോ വേണ്ടത് ആ ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ മതി. ഓക്കെ, ഞാൻ മൂവ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് 2 സ്റ്റെപ്പ് ഓക്കെ. അപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ കോമൺ ആയിട്ടാണ് കിടക്കുന്നത്, അതായത് ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത്, വേറൊരു ഏരിയ ഇല്ല. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിനകത്ത് അല്ലെങ്കിൽ ഞാൻ മെയിൽ അയച്ചുന്ന പോസ്റ്റിനകത്ത് നോക്കിയാൽ പറ്റും, ഇതെല്ലാം ഓരോരോ ഫോൾഡറിനകത്താക്കിയാണ് ഇട്ടേക്കുന്നത്. ലോഗോ എന്ന് പറയുന്നതായാലും ടെക്സ്റ്റ് എന്ന ഫയൽ ഫോൾഡർ ആണെങ്കിലും അല്ലെങ്കിൽ ഇമേജ് എന്ന് പറയുന്ന ഫോൾഡർ ആണെങ്കിലും ഇതെല്ലാം ഓരോരോ ഫോൾഡർ ആക്കിയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. അത് ഫോൾഡർ ഉണ്ടാക്കുന്നതിന് വേറെ ഗുണം കൂടെ ഉണ്ട്. അതായത് ഇപ്പൊ ഞാൻ ഈ ഒരു ഫയൽ നിങ്ങൾക്ക് അയച്ചു തരുവാണ്, അല്ലെങ്കിൽ വേറെ എൻ്റെ കൂടെ ഉള്ള വേറെ ആർക്കെങ്കിലും ഇതിനകത്ത് എഡിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പ്ലേസിലില്ല, പക്ഷെ ഈ ഒരു ഫോൾഡർ ഈ ഒരു ഫയലിനകത്ത് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, അത് എഡിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇത് അയച്ചു കൊടുക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ഉള്ള ആർക്കോ അല്ലെങ്കിൽ വെളിയിൽ നിന്നുള്ള ആർക്കെങ്കിലും നോക്കുന്ന സമയത്ത് അറിയാൻ പറ്റും, ടെക്സ്റ്റിനകത്ത് കയറിയ എൻ്റെ ഈ ഒരു വർക്കിന്റെ എല്ലാ ടെക്സ്റ്റ് ഫയലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ടൈറ്റിൽ ആണെങ്കിലും അല്ലെങ്കിൽ സബ് ടൈറ്റിൽസ് ആണെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു കണ്ടന്റ് ആണെങ്കിലും ഇതെല്ലാം ടെക്സ്റ്റ് ഫയലിനകത്ത് അവൈലബിൾ ആണ്. അതിൻ്റെ ഗുണമാണത്. അതേപോലെ തന്നെ നമ്മൾ വർക്ക് എപ്പോഴും നീറ്റായിട്ട് ഇരിക്കണം. അതിനാണ് ഈ ഒരു കണ്ടന്റ് കൂടെ വരുന്നത്, ഗ്രൂപ്പ് ആക്കി ഇടുന്നത്. അപ്പോൾ ഞാൻ ഇത് ഗ്രൂപ്പ് ആക്കുവാണ്. അപ്പോൾ ഗ്രൂപ്പ് ആക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഇവിടെ താഴെ ഒരു ഫോൾഡറിൻ്റെ ഐക്കൺ കണ്ടില്ലേ, ക്രിയേറ്റ് എ ന്യൂ ഗ്രൂപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ആയി. അപ്പോൾ നമുക്ക് അതിനെ നെയിം ചെയ്യാം. അതായത് നെയിം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നെയിം ചെയ്യുക. ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റ് ഫയൽ ആയതുകൊണ്ട് TXT ടെക്സ്റ്റ് കൊടുത്തു, എന്നിട്ട് എൻ്റർ ചെയ്യുമ്പോൾ ആ ഒരു നെയിം ആ ഫയലിന് കിട്ടി. അപ്പോൾ എനിക്ക് ഇനി അടുത്ത വേണ്ടതെന്ന് വെച്ചാൽ ഈ 2 ഫയൽ അല്ലെങ്കിൽ ഈ 2 ലെയർ എനിക്ക് ഈ ഗ്രൂപ്പിലേക്ക് എടുത്തിടണം. അതിനു വേണ്ടി ഞാൻ 2 ലെയറും സെലക്ട് ചെയ്തു, എന്നിട്ട് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഈ ടെക്സ്റ്റിലോട്ട് എടുത്തിട്ട് മാത്രം മതി. ഓക്കെ, അപ്പോൾ ഫയൽ ഡേ ഈ 2 ലെയറും അല്ലെങ്കിൽ ഈ 2 ടെക്സ്റ്റ് ഫയലും ഈ ഒരു ടെക്സ്റ്റിനകത്തോട്ട് കയറിയിട്ടുണ്ട്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ, ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ ചാറ്റ് ബോക്സിലോ അല്ലെങ്കിൽ മൈക്കോണൊക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഗ്രാഫിക് ഡിസൈനും വീഡിയോ എഡിറ്റിംഗ് വർക്ക്ഷോപ്പ് എന്ന കണ്ടന്റാണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ സബ് ടൈറ്റിലും വരുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ഫയലും എൻ്റെ ഈ ഫോൾഡറിൻ്റെ അണ്ടറിലാണ് വരേണ്ടതുള്ളതുകൊണ്ട് ഞാൻ പഴയ ഒരു ഫയൽ സെലക്ട് ചെയ്തു, അല്ലെങ്കിൽ പഴയ ഒരു ലെയർ ഞാൻ സെലക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ ഈ ടെക്സ്റ്റ് ടൂൾ എടുത്തു. ഈ ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് ഞാൻ ഇവിടെയാണ് കൊണ്ടുവയ്ക്കുന്നത്. എന്നിട്ട് ഞാൻ ടൈപ്പ് ചെയ്യാണ് ഓക്കെ,
ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് വീഡിയോ എഡിറ്റിംഗ് വർക്ക്ഷോപ്പ് എന്ന് ടൈപ്പ് ചെയ്തു. പക്ഷേ അതിനകത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഇത്രയും നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത് ഗ്രാഫിക് ഡിസൈനിങ് ആൻഡിന്റെ കുറച്ച് പാർട്ട് മാത്രമേ കാണാൻ പറ്റൂ. അതിന്റെ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ക്യാൻവാസ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഈ ഒരു പേപ്പർ, നമ്മൾ സാധാരണ പറയുമ്പോൾ ഈ ഒരു പേപ്പറിന്റെ സൈസിനെക്കാളും വെളിയിൽ പോയി, അതുകൊണ്ടാണ് ഇപ്പൊ കാണാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ ഈ സൈസ് ഒന്ന് റെഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള സൈസിലോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഫോണിലോ ആക്കണം. ഓക്കെ, അപ്പൊ ഞാനത് അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും എൻ്റെ ഈ ഒരു ഫയൽ അല്ലെങ്കിൽ ഈ ഒരു ടെക്സ്റ്റ് ലെയർ എന്ന് പറയുന്നത് ഓൾറെഡി ഈ ഒരു ടെക്സ്റ്റ് ഗ്രൂപ്പിന്റെ അണ്ടറിൽ തന്നെ വന്നു. അതെന്ന് പറയുമ്പോൾ നമ്മുടെ പഴയ ഒരു ഫയൽ എടുക്കുക, എന്നിട്ട് എന്താണോ വേണ്ടത് അവിടെ അത് പ്ലേസ് ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ ടെക്സ്റ്റ് ഫയലാണ്, ടെക്സ്റ്റ് ടൂൾ ക്ലിക്ക് ചെയ്തു, അപ്പോൾ ഓൾറെഡി എൻ്റെ ഈ ഒരു ഫയൽ എനിക്ക് ഇവിടെ തന്നെ വന്നു. അപ്പോൾ ഞാൻ ഇത് ഒന്ന് എഡിറ്റ് ചെയ്യാൻ പോവാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ടീക്ക് ഡബിൾ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഞാൻ സൈസ് കുറയ്ക്കുകയാണ്. എനിക്കൊരു 14 വേണ്ട, ഓക്കെ 9. ഓക്കെ, ഞാൻ എൻ്റെ ഫോണിൽ മാറ്റിയിട്ട് ഒരു ഈ ഒരു ഫോൺ ഞാൻ ആക്കി. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് എഡിറ്റ് മൂവ് ചെയ്യാണ്. ഓക്കെ, ഈ രണ്ട് ടെക്സ്റ്റിൻ്റെയും മിഡിലായിട്ട് വന്നു. ഓക്കെ, അപ്പോൾ എൻ്റെ ഇത്രയും പാർട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അതായത് ഇത്രയും ഒരു പാർട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഫസ്റ്റ് ഹെഡിങ് ഫുൾ പാർട്ട് ഞാൻ സെക്ഷൻ മൊത്തം കംപ്ലീറ്റ് ചെയ്തു. ഞാൻ അടുത്ത ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഇമേജ് ഡിസൈൻ എങ്ങനെ ചെയ്യുന്നതാണുള്ളത്. അപ്പോൾ ഇതുവരെ ക്ലിയർ ആണോ എല്ലാവർക്കും? ഹലോ, വോയിസ് ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു ഫയൽ സെൻഡ് ചെയ്ത് ഒരു മെയിനകത്ത് ഫയൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതിനകത്ത് നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പോസ്റ്ററിനകത്തുള്ള എലമെന്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ഫോൾഡർ ആക്കി സെൻഡ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സർക്കിൾ എങ്ങനെ അതിനകത്ത് കൊണ്ടുവരാം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യമേ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സെക്ഷൻ, അതായത് ഈ ഒരു ഇതിനകത്തുള്ള സർക്കിൾ തന്നെ കോപ്പി ചെയ്താണ് അപ്പുറത്തോട്ട് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ കാണിച്ചത് എങ്ങനെയാണ്. എൻ്റെ ഡിസൈനകത്ത് കയറിയാൽ നിങ്ങൾക്ക് ഇവിടെ എലിപ്സ് കിട്ടും. ഈ എലിപ്സ് എന്ന് പറയുന്നത് ഉണ്ടോ, എൻ്റെ ഈ എലിപ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഈ സർക്കിളാണ് സെലക്ട് ആവുന്നത്. അപ്പോൾ ഇതെങ്ങനെ കോപ്പി ചെയ്ത് അപ്പുറത്തെ ഇമേജിലോട്ട് ഇടാൻ പറ്റുന്നത് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഏത് ഫയലാണോ വേണ്ടത്, ഇപ്പൊ എനിക്കിപ്പോൾ ഇവിടെ ആവശ്യം എൻ്റെ ഈ ഒരു എലിപ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ അത് ഓൾട്ട് പ്രസ് ചെയ്ത് എന്നിട്ട് ഇവിടെ ഈ മൂവ് ടൂൾ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ എനിക്ക് രണ്ട് മൗസിന്റെ ഒരു ഐക്കൺ കാണാൻ പറ്റും. അതെന്ന് പറയുന്നത് കോപ്പി ഐക്കണാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്തുകൊണ്ട് അപ്പുറത്തതിനകത്ത് കൊണ്ടിടുകയാണ്. ഇത്രേ ഉള്ളൂ പരിപാടി. ഓക്കെ, മറ്റേ സൈസ് കുറച്ചുകൂടെ ഒന്ന് വലുതായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ അതിനകത്ത് ഇരുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് സൈസ് കുറച്ചിട്ടുണ്ട് ക്യാൻവാസിൻ്റെ, അതുകൊണ്ടാണ്. ഓക്കെ, ഇപ്പോൾ ഓക്കെ. അപ്പോൾ എനിക്ക് ആ ഒരു എലിപ്സ് അല്ലെങ്കിൽ ആ ഒരു സർക്കിള് എനിക്കിപ്പോൾ ഈ ഒരു ഇമേജിനകത്ത് കിട്ടിയിട്ടുണ്ട്. അതല്ലാതെ നിങ്ങൾക്കിപ്പോൾ വേറെ അതായത് ഇപ്പോൾ ഒരു സ്ക്വയർ വേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഒരു സ്ക്വയർ, അതായത് ഒരു സ്ക്വയർ കട്ടിംഗ് ടൂൾ ഉണ്ടല്ലേ, അതായത് അതിന് പറയുന്നത് റെക്ടാങ്കിൾ മാർക്കർ ടൂൾ ആണെന്നാണ് പറയുന്നത്. അത് നോർമലി യൂസ് ചെയ്യുന്നത് നമ്മൾ എഡിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഫയലിനെ സെലക്ട് ചെയ്ത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഫയൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഫയൽ എടുത്തു. എന്നിട്ട് ഞാൻ ഒരു ലെയർ, എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ലെയറിനകത്ത് നിങ്ങൾ ഇപ്പം എന്ത് പറഞ്ഞാലും സെലക്ട് ആവത്തില്ല. കാരണം വെച്ചാൽ ഈ ഒരു ലെയർ അല്ല നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്, ഈ ഒരു എലിപ്സ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ ഒരു സ്ക്വയർ ആണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കണ്ടില്ല, ഒരു നമ്മുടെ റീസൈക്കിൾ ബിന്നിന്റെ ഇപ്പുറത്ത് തന്നെ അല്ലെങ്കിൽ ഡസ്റ്റ്ബിന്നിന്റെ ഇപ്പുറത്ത് തന്നെ ഒരു പ്ലസ് ഐക്കൺ കണ്ടില്ലേ, അവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ഏത് ഷേപ്പാണ് വേണ്ടത്. ഇപ്പോൾ ഞാൻ ഇവിടെ എനിക്ക് സ്ക്വയർ ആണെന്ന് വെച്ചോ, എനിക്ക് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സ്ക്വയർ സെലക്ട് ചെയ്തു. എന്നിട്ട് ആ സ്ക്വയറിന്റെ അകത്ത് കൊണ്ടുപോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്ട്രോക്ക് എന്നൊരു ഓപ്ഷൻ കിട്ടും. അത് നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ ഇപ്പോൾ വൈറ്റ് തന്നെ കൊടുക്കുന്നത്, വൈറ്റ് കൊടുത്തു. ഉണ്ടോ, ഈ ഒരു ഷേപ്പിന് ബോർഡറായി അല്ലെങ്കിൽ ഈ ഒരു ഷേപ്പായി എന്ന് പറയാം. നമുക്ക് വേണമെങ്കിൽ ഇതിനെ മൂവ് ചെയ്യാനും പറ്റും. ഇതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ മൂവ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പൊ എനിക്ക് അടുത്ത വേണ്ടത് ഒരു സർക്കിളാണ്. അപ്പൊ ഞാൻ ആ സർക്കിളും ഈ ഒരു ഇമേജിനകത്ത് തന്നെയാണ് കോപ്പി ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ അത് ഇമേജിനകത്ത് തന്നെ ആക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഇതിനകത്തോട്ട് കയറുക,
ഇമേജിനകത്ത് കയറിയാൽ നിങ്ങൾക്ക് എലിപ്സ് വേണം. ഞാൻ 2 എലിപ്സാണ് ഉണ്ടാക്കിയിട്ടേക്കുന്നത്, അല്ലെങ്കിൽ 2 സർക്കിളാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടേക്കുന്നത്. അപ്പോൾ ആ 2 സർക്കിൾ ഞാൻ കോപ്പി എടുക്കുവാണ്. കോപ്പി എടുത്തു. ഓക്കെ, ഞാൻ ഇവിടെ കൊണ്ടുവിട്ടു. സൈസ് അത്യാവശ്യം നല്ല കൂടുതലാണ്. അപ്പോൾ ഞാൻ ഒന്ന് റീസൈസ് ചെയ്യും. അതായത് ഓൾഡ് പ്രസ് ചെയ്തിട്ട് ഈ കോപ്പി ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു എലമെന്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് 4 ഇത് കണ്ടില്ലേ, 4 സൈഡിലെ ഡോട്ട്സ്, അത് റീസൈസിങ് ആണ്. അപ്പോൾ അതിനകത്ത് ഓൾഡ് പ്രസ് ചെയ്ത് റീസൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഹൈറ്റും വിത്തും ഒരേപോലെ കിട്ടും. അതായത് നമ്മളൊരു സ്ക്വയർ ഷേപ്പ് പോലെ കിട്ടും. ഓക്കെ, ഞാൻ ഇവിടെ പ്ലേസ് ചെയ്തു. അപ്പോൾ ഞാൻ ഇത് ഒരു ഫോൾഡറിനകത്ത് ആക്കാൻ പോകുന്നു. ഇത് രണ്ടും കൂടെ സെലക്ട് ചെയ്തു. എന്നിട്ട് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാണ്. അതിൻ്റെ പേര് ഇമേജ് കൊടുക്കുകയാണ്. ഇമേജ്. ഓക്കെ, എനിക്ക് ഇതേ ഒരു ഫോൾഡർ ഇപ്പുറത്തും വേണം. അപ്പോൾ ഞാൻ ഈ ഒരു ഇമേജ് അങ്ങ് കോപ്പി ചെയ്യാണ്. ആ ഇമേജിൽ നിന്ന് ഫോൾഡറെ കോപ്പി ചെയ്തു. എന്നിട്ട് അതിങ്ങനെ ആ ഒരു ഇമേജ് ഒരു ഇമേജിൽ നിന്ന് ഫോൾഡറെ കോപ്പി ചെയ്തു. എന്നിട്ട് ഇങ്ങോട്ട് കോപ്പി ചെയ്തു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ വൈറ്റ് ലെയർ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അത് അതിന്റെ ഫസ്റ്റ് ഞാൻ പറഞ്ഞ 2 സർക്കിൾ എടുത്തുനിന്ന് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലെ സർക്കിൾ ഒരു വൈറ്റ് ആണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ വൈറ്റ് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്ത സർക്കിൾ കോപ്പിയാണ്. കോപ്പി ചെയ്തു. ഓക്കെ, ഇവിടെ കൊണ്ടിട്ടു. ഓക്കെ, ഇപ്പോൾ ആയില്ലേ? അതായത് നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, എനിക്കിപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നിങ്ങൾക്ക് വൈറ്റാ വേണമെന്ന് വെച്ചാൽ, ഇപ്പോൾ 2 കളർ ഇട്ടുണ്ട്. അതിനകത്ത് ഇപ്പോൾ വൈറ്റാ വേണമെങ്കിൽ ജസ്റ്റ് ഈ ഒരു ലെയർ അങ്ങ് ഓഫ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വൈറ്റ് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ലെയർ എനേബിൾ ചെയ്യുന്ന സമയത്ത് ബ്ലാക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ ബ്ലൂവും, അത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന കളർ ചെയ്യാന്ന് വെച്ചാൽ അത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ എനിക്കിത് രണ്ടും കൂടെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെ അണ്ടറിലാണ് വേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെലക്ട് ചെയ്തു. എന്നിട്ട് കൊടുത്തു. അതായത് ഗ്രൂപ്പ് നെയിം മാറ്റി ഇമേജ് 2 എന്ന് കൊടുത്തു. ഇമേജ് 2 എന്ന് കൊടുത്തു. ഓക്കെ, എനിക്കപ്പോൾ രണ്ടും ഒരേപോലെ കിട്ടി. എല്ലാവരും കേൾക്കുന്നില്ലേ? ഹലോ, ഓക്കെ. അപ്പോൾ ഇമേജ് 2 എന്ന് കൊടുത്തു. ഞാൻ അപ്പോൾ എൻ്റെ ആ ഫോൾഡർ ക്രിയേറ്റ് ആയി. അപ്പോൾ അത് ഓക്കെ. ഇനി അടുത്ത വേണ്ടതെന്ന് വെച്ചാൽ, എനിക്ക് ഇനി ഈ 2 ഇമേജ് അല്ലെങ്കിൽ ആരെങ്കിലും വേറെ 2 ആൾക്കാരുടെ ഇമേജ് എനിക്ക് ഇതിനകത്തോട്ട് കൊണ്ടുവരണം. ഈ ഒരു ഫയലിനകത്തോട്ട് എനിക്ക് കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ അതിന് ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഒരു ഇമേജ്, ഒരു ഫ്രീ ആയിട്ടുള്ള ഇമേജ് ഞാൻ ഇപ്പോൾ ഒരു ഗൂഗിളിനകത്ത് കയറിയിട്ട് ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാർട്ടൂൺ, ഏതെങ്കിലും കാർട്ടൂൺ ഇമേജ് തന്നെ നോക്കാം. ഓക്കെ, ഞാൻ ജെറിയുടെ ഫോട്ടോ എടുക്കുകയാണ്. ജെറിയുടെ ഫോട്ടോ ഞാൻ റൈറ്റ് ക്ലിക്ക് സേവ് ചെയ്തു. സേവ് ഇമേജസ് കൊടുത്തു. സേവ് ആയി. ഓക്കെ, ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഞാൻ എങ്ങനെ ഇതിനകത്ത് കൊണ്ടുവരണമെന്ന് ഞാൻ കാണിച്ചു തരാം. അതായത് ഇപ്പോൾ എൻ്റെ ഇമേജ് 1-നകത്താണ് എനിക്ക് ജെറിയുടെ ഫോട്ടോ അല്ലെങ്കിൽ വേറെ ആരുടെ ഫോട്ടോയിലും വേണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫയലിനകത്ത് കയറുക. പ്ലേസ് എംബഡഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ടോ? ഇപ്പോൾ ഒരു ഫോട്ടോഷോപ്പ്, പഴയ ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് പ്ലേസ് എന്ന് മാത്രമേ ഓപ്ഷൻ കാണത്തുള്ളൂ. പ്ലേസ് എംബഡോ അല്ലെങ്കിൽ പ്ലേസ് ലിങ്ക്ഡോ കാണത്തില്ല. ജസ്റ്റ് പ്ലേസ് എന്ന് മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ ജസ്റ്റ് ആ പ്ലേസ്ഡ് എംബഡഡ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വർക്ക് ഫയലാണ്, അതുകൊണ്ടാണ് ഈ ഫോൾഡർ ഓപ്പൺ ആയി വന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഡൗൺലോഡാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് എടുത്തു കൊടുത്തു. ഓക്കെ, അപ്പോൾ ഈ ഒരു ജെറിയുടെ ഫോട്ടോ വന്നു. പക്ഷേ ഈ ജെറിയുടെ ഫോട്ടോ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പേപ്പർ അല്ലെങ്കിൽ ഈ ഒരു ക്യാൻവാസിന്റെ ഫുൾ ഏരിയയും കവറപ്പ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എനിക്കിപ്പോൾ വേണ്ടത് ഈ ഒരു സർക്കിൾ അല്ലെങ്കിൽ ഇപ്പുറത്തെ സർക്കിളിനകത്താണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നത് വെച്ചാൽ, ഈ ഒരു സർക്കിൾ ഇതിന്റെ മേല് വന്നതെന്ന് വെച്ചാൽ, എൻ്റെ ഈ ഒരു ഫോൾഡർ കണ്ടില്ലേ റൈറ്റ് സൈഡിൽ, ആ ഒരു ഫോൾഡർ നമ്മുടെ ഈ ഇമേജ് 2-ന്റെ താഴെയാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ അവിടെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റോ അല്ലെങ്കിൽ വേറെ എന്ത് എംബഡ് ചെയ്താലും അല്ലെങ്കിൽ പ്ലേസ് ചെയ്താലും ഈ ഒരു സെക്കൻഡ് ഫയലിൽ ഇതിന്റെ മേല് വന്ന് കിടക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് റീസൈസ് ചെയ്യാണ്. എത്ര റീസൈസ് ചെയ്തെന്ന് പറഞ്ഞാലും ഈ ഒരു ഷേപ്പിനകത്ത് എനിക്ക് കയറ്റാൻ പറ്റുന്നില്ല. കണ്ടോ, ഞാൻ എൻ്റെ ഫയൽ എൻ്റെ മേലാണ് കൊണ്ടിട്ടേക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ വേണേൽ ഇത് താഴത്തിടാം. താഴത്തിട്ടാലും കാണാൻ പറ്റത്തില്ല, ഏറ്റവും താഴെ ഇട്ടാലും കാണാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം?
അപ്പോൾ ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ക്ലിപ്പ് ചെയ്യാൻ പോവാണ്. അതായത് നമ്മൾ പറയത്തില്ലേ എന്തെങ്കിലും സാധനം ഇപ്പോൾ രണ്ട് വയർ തമ്മിൽ നമ്മൾ കണക്ഷൻ ചെയ്യത്തില്ലേ, അതേപോലെ തന്നെ ഈ ഒരു ഫോട്ടോ ഈ നേരത്തെ കാണിച്ച ഈ ഒരു സർക്കിൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സർക്കിളും തമ്മിൽ നമ്മൾ യോജിപ്പിക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ലെയർ ഏത് ഫോട്ടോ ആണോ അല്ലെങ്കിൽ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക. എന്നിട്ട് തൊട്ട് താഴത്തെ ലെയറിലേക്ക് മൗസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ആര പോലെ വന്നിട്ടില്ലേ, ഒരു മൂവ്മെന്റ് കൊടുക്കുന്ന ഒരു ആര പോലെ കണ്ടില്ലേ. അപ്പോൾ അതിനകത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാൽ മതി. അപ്പോൾ ഫയല് അതിനകത്തോട്ട് വന്നു. ഇനി എനിക്ക് റീസൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വന്നു. ഞാൻ ജസ്റ്റ് റീസൈസ് ചെയ്യുവാണ്. ഓക്കെ, റീസൈസ് ചെയ്തു. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ എൻ്റെ ആ ഒരു ജെറി അല്ലെങ്കിൽ ആ ഒരു ഇമേജ് ഫുള്ളായിട്ട് എനിക്ക് അതിനകത്ത് കിട്ടി. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ ഒരു ഇമേജ് തന്നെയാണ് ഇപ്പുറത്തും വേണ്ടത്. സോറി, ഞാൻ ഒന്ന് റീസൈസ് ചെയ്യാണ്, കുറച്ച് സൈസ് കുറഞ്ഞു പോയി. അപ്പോൾ ഞാൻ ജസ്റ്റ് സൈസ് എൻലാർജ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഓക്കെ. അപ്പോൾ എനിക്ക് ഈ ഒരു ഫോട്ടോ തന്നെ അല്ലെങ്കിൽ വേറെ ഒരു ഫോട്ടോയാണ് എനിക്ക് ഇങ്ങോട്ട് വേണ്ടത്. അപ്പോൾ ഞാൻ ഒരു ഫോട്ടോ എടുത്ത് ഇങ്ങോട്ട് ഇടുവാണ്. അല്ലെങ്കിൽ ഈ ഒരു ഫോട്ടോ വേണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൾട്ട് പ്രസ് ചെയ്താൽ കോപ്പി ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇത് ഒന്നുകൂടെ ആദ്യം ചെയ്യാണ്. അതായത് ഈ ഒരു ലെയർ സെലക്ട് ചെയ്തു, അത് കഴിഞ്ഞിട്ട് എൻ്റെ ഈ എലിപ്സ് സെലക്ട് ചെയ്തു, എന്നിട്ട് ഫയൽ എടുത്തു, പ്ലേസ് എംബഡ് എന്ന ഓപ്ഷൻ കയറി ആ ജെറിയുടെ ഫോട്ടോ എടുത്ത് വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എൻ്റെ നേരത്തെ കണ്ട ഒരു സർക്കിൾ ഇപ്പോൾ കാണാൻ പറ്റത്തില്ല. അതായത് വെച്ചാൽ എൻ്റെ ഈ സർക്കിളിന്റെ രണ്ട് സർക്കിളിന്റെ മേളിലാണ് ഈ ഒരു ഫോട്ടോ വന്ന് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഈ സർക്കിൾ കാണാൻ പറ്റാത്തത്. അപ്പം ഞാൻ അത് ജസ്റ്റ് റീസൈസ് ചെയ്യാണ്. റീസൈസ് ചെയ്തു. ഞാൻ എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ രണ്ട് ലെയർ സെലക്ട് ആയിട്ടുണ്ട്, അതിനെ ക്ലിപ്പ് ചെയ്തു. ക്ലിപ്പ് ചെയ്തപ്പോൾ അതിൻ്റെ നടുക്ക് വന്നു. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ജെറിയുടെ ഫോട്ടോ ഇവിടെ വെച്ചു. ഓക്കെ, ഇതാണ് ക്ലിപ്പിംഗ് ലെയർ അല്ലെങ്കിൽ ഈ ഫോട്ടോ രണ്ട് ഫോട്ടോ തമ്മിൽ എടുക്കുമ്പോൾ ഉള്ള രണ്ട് ഫോട്ടോ തമ്മിൽ ലിങ്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഹലോ, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത പാർട്ടിലോട്ട് കയറാം. അപ്പോൾ ഇനി അടുത്ത സെക്ഷൻ, അപ്പോൾ അടുത്ത ഏരിയ എന്ന് പറയുമ്പോൾ ഈ ഒരു ലൈനും അതിൻ്റെ തൊട്ട് താഴെയുള്ള ഏരിയസ് ആണ് നമുക്ക് ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമുക്ക് ഇനി അടുത്ത് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഈ ഒരു ലൈനാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഡിസൈൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അതേപോലെ കോപ്പി ചെയ്യാൻ പറ്റും. അതായത് ഞാനിപ്പോൾ എല്ലാം ഫോൾഡറാക്കി വെച്ചുകൊണ്ട് ഇപ്പോൾ എൻ്റെ അത് കയറിയ ഡിസൈനകത്ത് കയറുക, ഈ ഒരു റെക്ടാങ്കിൾ ഷേപ്പ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് റെക്ടാങ്കിൾ കോപ്പി ചെയ്യും. എന്നിട്ട് ഓൾട്ട് പ്രസ് ചെയ്യുമ്പോൾ മൂവ് ടൂളിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓൾട്ട് പ്രസ് ചെയ്താൽ ഈ ഒരു ലെയർ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കോപ്പി ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതല്ല, ഞാൻ ഇപ്പോൾ ഇവിടെ കോപ്പി അല്ല ചെയ്യാൻ പോകുന്നത്, ഞാൻ ഒരു ഫയൽ തന്നെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ലൈക്ക് ആ ഒരു ലെയർ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഡിസൈൻ ആയതുകൊണ്ട് നേരത്തെ എൻ്റെ എലിപ്സ് കിടക്കുന്ന ഒരു ഇത് കണ്ടല്ലോ, ഒരു ഫയൽ കണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു ലെയർ ഇല്ലേ, അവിടെ ഞാനാണെങ്കിൽ ഒരു ഫോൾഡർ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്താണ്. അതായത് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം. കാരണം വേറെ ഒരു ഡിസൈൻ കൂടെ നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്നിട്ട് എലിപ്സിനെ ജസ്റ്റ് അതൊരു ഡ്രാഗ് ചെയ്തിട്ടു. എന്നിട്ട് വേറെ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഈ റെക്ടാങ്കിൾ മാർക്ക് ടൂൾ അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്ന ടൂൾ എടുത്തു. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാൻ ഇവിടെ കളർ കൊടുക്കുകയാണ്. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഫില്ല് കൊടുക്കുക. ഫില്ല് കൊടുത്തിട്ട് ഇവിടെ കണ്ടൻസ് കാണും, അതിനകത്ത് കളർ കൊടുക്കുക. കളർ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് കളറും സെലക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ബ്ലൂ ആണോ അല്ലെങ്കിൽ ഓറഞ്ച് ആണോ പിങ്ക് ആണോ ഏത് വേണം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ ഒരു യെല്ലോ ഷെയ്ഡാണ് കൊടുക്കുന്നത്. യെല്ലോ എടുത്തു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ കളർ റെഡി ആയി. ഞാൻ ഇനി മൂവ് ചെയ്യണം എനിക്ക് തന്നെ. അപ്പോൾ ഞാൻ ജസ്റ്റ് മൂവ് ചെയ്യാണ്. മൂവ് ചെയ്തു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഈ ഡിസൈൻ ലെയറിൻ്റെ അകത്ത് തന്നെയാണ് ഞാൻ ഈ ഒരു പുതിയൊരു ലെയറും ക്രിയേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ ഡിസൈൻ ഗ്രൂപ്പിൻ്റെ അകത്ത് തന്നെയാണ് ഞാൻ ഒരു പുതിയൊരു ലെയറും ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത എനിക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഈ മൂന്ന് ഐക്കൺസ് ആണ്. ഈ മൂന്ന് ഐക്കണാണ് ഞാൻ ഇനി അടുത്ത ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതുവരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ എല്ലാവരും. ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്താൽ കൊള്ളാമെന്ന്. ഓക്കെ,
ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഇതിനകത്ത് ഏരിയയിലോട്ട് കയറാം. അതായത് അടുത്ത ഈ ഒരു 3 ഏരിയയിലോട്ടാണ് കയറുന്നത്. അതായത് നമ്മൾ 3 ഐക്കൺസും പിന്നെ ടൈമിംഗ്, ഡേറ്റ് അല്ലെങ്കിൽ പ്ലേസ് ചെയ്യാനുള്ളത്. ഓക്കെ, അതിനുവേണ്ടി ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഈ 3 ഐക്കൺ അല്ലെങ്കിൽ ഇതിനകത്തുള്ള ഐക്കൺസ് ഞാൻ ഈ ഒരു ഞാൻ അയച്ചെന്ന ഫയലിനകത്ത് നിന്ന് തന്നെയാണ് ഞാൻ കോപ്പി ചെയ്ത് പുതിയ ഫയലിനോട്ട് കയറ്റാൻ പോകുന്നത്. ഓക്കെ, അതേപോലെ തന്നെ എപ്പോഴും ഓർക്കുക, നമ്മൾ ഒരു ഫയലിൽ ചെയ്ത് അല്ലെങ്കിൽ ഒരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ആ ഡിസൈനെ അവിടെ കളഞ്ഞിട്ട് പോകില്ല. എപ്പോഴും അത് കൈ സൂക്ഷിച്ചു വെക്കുക. കാരണം വെച്ചാൽ ഒരു ഡിസൈൻ ഒരു സമയത്തേക്ക് മാത്രമല്ല യൂസ്ഫുൾ ആവുന്നത്, അത് പല ടൈമിൽ നമുക്ക് പല ഐഡിയ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ ഒരു ഡിസൈനെ തന്നെ എനിക്ക് വേണമെങ്കിൽ അടുത്ത 2 പോസ്റ്ററോ അല്ലെങ്കിൽ 2 ഇവന്റ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എനിക്ക് ആ രണ്ട് ഇവന്റിന്റെ അല്ലെങ്കിൽ ആ 2 വർക്ക്ഷോപ്പിന്റെ പോസ്റ്റർ എനിക്ക് ഇതിന്റെ ഡിസൈൻ അല്ലെങ്കിൽ ഈ കിടക്കുന്ന ഇതോരോ ഷേപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാൽ പോലും എനിക്ക് ഒരു പുതിയ ഡിസൈൻ കിട്ടും. ഓക്കെ, ആ ഒരു ഡിസൈനിന് എനിക്ക് എഡിറ്റ് ചെയ്ത് കയറ്റാൻ പറ്റും. അപ്പോൾ ഞാനാണെങ്കിൽ ഈ ഒരു ഐക്കണാണ് എടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് എൻ്റെ ഐക്കൺ എല്ലാം സെലക്ട് ചെയ്തു. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ മൊത്തം ഓക്കെ നിങ്ങൾക്കിപ്പോൾ മൊത്തം ഐക്കൺ വേണമെങ്കിൽ ജസ്റ്റ് ഈ ഐക്കൺ എന്ന ഫയൽ നിങ്ങൾക്കിപ്പോ ഈ മൊത്തം ഐക്കണ വേണമെങ്കിൽ ജസ്റ്റ് ഈ ഐക്കൺ എന്നൊരു ഫോൾഡർ കണ്ടില്ലേ, അതും ജസ്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഓൾഡ് പ്രസ് ചെയ്ത് അതിന്റെ കോപ്പി എടുക്കാൻ പറ്റും. ആ ഒരു കോപ്പി കൊണ്ട് വെച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഫസ്റ്റ് ഐക്കൺ എടുക്കുകയാണ്. അതായത് ഈ ഒരു കറണ്ടിന്റെ ഐക്കണാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഓൾഡ് എടുത്തു, എൻ്റെ കോപ്പി എടുത്തു, എന്നിട്ട് ഞാൻ നേരെ ഡ്രാഗ് ചെയ്തു, ഇവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തു. ചെറിയൊരു ഇതുണ്ട്, ഞാൻ ഇവിടെ കൊണ്ട് പ്ലേസ് ചെയ്തു. എന്നിട്ട് എനിക്ക് ഇത്രയും സൈസ് വേണ്ടാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് റീസൈസ് ചെയ്തു. അപ്പോൾ എനിക്കിതിപ്പോൾ ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത്. ഞാൻ ഒരു ഫോൾഡർ ഉണ്ടാക്കാൻ പോവാണ് ഐക്കൺ 1 എന്ന രീതിയിൽ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൈറ്റ് സൈഡ് താഴെ ഒരു ഫോൾഡറിൻ്റെ ഐക്കൺ ഉണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോൾഡർ ക്രിയേറ്റ് ആവും. എന്നിട്ട് അതിനകത്ത് ഞാൻ ഐക്കൺ എന്ന് കൊടുക്കണം, ഐക്കൺ 1. ഓക്കെ, എന്നിട്ട് ഞാൻ ഇത് നേരെ ഡ്രാഗ് ചെയ്ത് അതിനകത്തോട്ട് എടുത്തിട്ടു. ഓക്കെ, എന്നിട്ട് അടുത്ത് എനിക്ക് വേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് നേരത്തെ കണ്ട പോലെ തന്നെ ഒരു ലൈനാണ്, തിൻ ലൈനാണ് എനിക്ക് വേണ്ടത്. അപ്പൊ ഞാൻ ഒരു ലൈൻ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അതായത് ഞാൻ ഇവിടെ തന്നെ ലൈൻ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഇത് പുതിയൊരു ലെയർ ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഫില്ല് വരാത്തത്. ഒരു ലെയർ ഞാൻ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഈ ഒരു സെലക്ട് ചെയ്ത ഫാം ഈ ഒരു ലെയറിനകത്തായതുകൊണ്ട് എനിക്കിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഫിൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. എൻ്റെ ഓൾറെഡി പിക്ക് ചെയ്ത കളർ യെല്ലോ, പക്ഷെ എനിക്ക് യെല്ലോ വേണ്ട, വൈറ്റ് ആയതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ കളർ സെലക്ട് ചെയ്തു. എന്നിട്ട് ഓക്കെ കൊടുത്തു. കണ്ടോ, എനിക്ക് കാണാൻ പറ്റുന്നില്ല, ആ ഒരു തിൻ ലൈൻ എനിക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒന്ന് മൂവ് ചെയ്യാണ്. ഞാൻ ഇപ്പൊ ആരോ യൂസാണ് മൂവ് ചെയ്ത്. ഓക്കെ, ഞാൻ ആരോ യൂസ് മൂവ് ചെയ്തു. എൻ്റെ ഐക്കണിനകത്ത് ഇപ്പൊ 3 ലെയർ വന്നു. അതായത് ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് 2 ലെയർ വന്നു. അതായത് ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ഈ ഒരു കലണ്ടർ, സെക്കൻഡ് ലെയർ എന്ന് പറയുമ്പോൾ ഈ ഒരു ലൈൻ. ഓക്കെ, ഇനി അടുത്ത് എനിക്ക് ഇതിനകത്ത് വേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ അടുത്ത് ടെക്സ്റ്റ് ഫയലാണ്. അപ്പോൾ ആ ടെക്സ്റ്റ് ഫയലാണ് ഞാൻ ഇപ്പോൾ പ്ലേസ് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് എനിക്ക് ആവശ്യമുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ ഇവിടെ കൊണ്ടുവച്ച് ടെസ്റ്റ് ചെയ്യാൻ പറ്റും, ഇവിടെ കൊണ്ടൊരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ പറ്റും, ഇവിടെ വെച്ച് ടെസ്റ്റ് ചെയ്യാൻ പറ്റും, എവിടെ വേണമെങ്കിലും ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ ടെക്സ്റ്റ് ഫയൽ കൊണ്ട് ടൈപ്പ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ഡേറ്റ്, അതായത് 18th and 19 ഓക്കെ, ഞാൻ ഡേറ്റ് കൊടുത്തു. പക്ഷെ എനിക്ക് ഈ ഒരു ഫോണ്ട് അല്ല, അല്ലെങ്കിൽ എനിക്ക് വേറെ ഫോണ്ട് വേണമെങ്കിൽ ജസ്റ്റ് സെലക്ട് ചെയ്യുക. ഒന്നെങ്കിൽ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ Ctrl A കൊടുത്താൽ ഫുൾ ലെയർ സെലക്ട് ആവും, അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ TW ക്ലിക്ക് ചെയ്താലും മതി, ലെയർ സെലക്ട് ആവും. എന്നിട്ട് എനിക്കിപ്പോൾ വേണ്ടത് ഒരു ലൈറ്റ് കളറാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ ജസ്റ്റ് റീസൈസ് ചെയ്യുകയാണ്, ഒരു 9. ഓക്കെ, ഈ ഒരു സൈസിലേക്ക് റീസൈസ് ചെയ്തു. ഞാൻ മൂവ് ചെയ്യാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് മൂവ് ടൂൾ സെലക്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റൂല. അതേപോലെ ഞാൻ മൂവ് ടൂൾ സെലക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് നമ്മുടെ കീബോർഡിന്റെ ആരോ കീ യൂസ് ചെയ്യാണ് മൂവ് ചെയ്യുന്നത്.
അപ്പോൾ ഞാൻ ഇപ്പോൾ മൂവ് ചെയ്തു, ഇവിടെ കൊണ്ടുവച്ചു. ഓക്കെ, അപ്പൊ എൻ്റെ ആ ഒരു ഏരിയ ഓക്കെ, അതായത് ഫസ്റ്റ് ഐക്കൺ ഓക്കെ, ഫസ്റ്റ് ഐക്കൺ ഓക്കെ. ഇതുവരെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സാർ അത് റൗണ്ട് ഷേപ്പിന്റെ ഹലോ ഹലോ സാർ റൗണ്ട് ഷേപ്പിന്റെ വന്നിട്ടില്ലേ? ആ റൗണ്ട് ഷേപ്പിന്റെ അതൊന്നുകൂടെ പറയണോ? അത് മനസ്സിലായില്ല എങ്ങനെ എടുക്കണ്ടേന്ന്. ഓക്കെ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് ഈ ഒരു റൗണ്ട് ഷേപ്പ് ഒന്നെങ്കിൽ ഞാൻ ഓൾറെഡി ഇതിനകത്ത് എംബഡേഡ് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിനകത്ത് നിന്ന് എടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡ് ടൂൾ ബോക്സിൽ ഈ സ്ക്വയർ മാട്രിക് ടൂളിന് അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ റൗണ്ട് എലിപ്സിന്റെ ഒരു ഷേപ്പ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു പുതിയ ലെയർ തന്നെ ക്രിയേറ്റ് ചെയ്യുക. അതായത് റൈറ്റ് സൈഡ് ടോപ്പ് ബോട്ടത്തിൽ അല്ലെങ്കിൽ റൈറ്റ് സൈഡ് താഴെ ഒരു ക്രിയേറ്റ് ന്യൂ ലെയർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഈ മൗസ് ബട്ടൺ വെച്ച് ഒന്ന് വലിച്ച് എൻലാർജ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ സർക്കിളായി. എന്നിട്ട് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സ്ട്രോക്ക് കൊടുത്താൽ ഇതൊരു വട്ടമായിട്ട് മാറി. ഇതിനകത്ത് പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ വിട്ട് വേണമെങ്കിൽ വിട്ട് മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ ഹൈറ്റ് വേണമെങ്കിൽ ഹൈറ്റ് മാറ്റാൻ പറ്റും. അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇതൊരു വെച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിപ്പോൾ സോറി, എൻ്റെ 2 ലെയർ സെലക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, കണ്ടില്ലേ, എൻ്റെ ഈ ഒരു സർക്കിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് എൻലാർജ് ചെയ്തു. അല്ലെങ്കിൽ മറ്റേ സർക്കിളിനെ കൂട്ടാക്കുക. കണ്ടോ, മറ്റേ സർക്കിളിനെ കൂട്ടായിട്ടുണ്ട്. ഇങ്ങനെ സർക്കിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഡൗട്ട് ക്ലിയർ ആയോ? അതോ ഒന്നുകൂടെ പറയണോ? ഒന്നുകൂടെ പറയാം. തീർച്ചയായിട്ടും പറയാലോ. അതായത് നമ്മളൊരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യുക. അതായത് അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മുടെ ലെയർ ഓപ്ഷൻ്റെ താഴെ ന്യൂ ലെയർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ക്രിയേറ്റ് ന്യൂ ലെയർ വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ മൂവ് ടൂളിന് തൊട്ട് താഴെ എലിപ്റ്റിക്കൽ ടൂൾ ഉണ്ട്. അപ്പോൾ ആ ടൂൾ എടുക്കുക. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് എവിടെയാണോ വേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു ക്യാൻവാസിന്റെ അല്ലെങ്കിൽ ഈ ഒരു പേപ്പറിന്റെ ഏതെങ്കിലും സൈഡിൽ കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ വലിച്ചു നീട്ടുക. വലിച്ചു നീട്ടിയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സ്ട്രോക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. സ്ട്രോക്കിനകത്ത് ഇപ്പൊ നിങ്ങൾക്ക് വിട്ട് കൂട്ടി കൊടുക്കണം. ഒരു 10 കൊടുത്താൽ കണ്ടില്ലേ, റൗണ്ട് സർക്കിൾ ഷേപ്പ് ആയി. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ഒരു സർക്കിൾ അല്ലെങ്കിൽ കാണിച്ചു തരാം. ഈ ഒരു ഷേപ്പ് എന്ന് പറയുമ്പോൾ ഇതിന്റെ കുറച്ചുകൂടെ വിട്ട് കൂട്ടി കൊടുക്കുന്നേ ഉള്ളൂ, അല്ലാതെ വേറൊരു ഷേപ്പ് അല്ല. എന്നിട്ട് ഞാൻ ജസ്റ്റ് മൂവ് ചെയ്യുക, കാണിച്ചു തരാം. കണ്ടോ, ഇതിനെ വിട്ട് കൂട്ടി കൊടുത്തിട്ട് ഞാൻ കുറച്ച് എൻലാർജ് ചെയ്താൽ എനിക്ക് ഇത്രയും കിട്ടും. ഓക്കെ. അപ്പോൾ എൻ്റെ ഫസ്റ്റ് അതായത് ഇപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ഐക്കണിന്റെ ഏരിയ ആയിരുന്നു. നമ്മളിപ്പോൾ ഫസ്റ്റ് ഐക്കൺ കംപ്ലീറ്റ് ചെയ്യും. ഇനി സെക്കൻഡ് ഐക്കൺ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ടൈമിന്റെയും പിന്നെ അതേപോലെ മൂന്നാമത്തേന്ന് പറയുമ്പോൾ ഈ ഒരു ഗൂഗിൾ മീറ്റിന്റെ ഐക്കണാണ് വേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുകയാണ്. പുതിയ ഫോൾഡർ തന്നെ, കാരണം എനിക്ക് 2 സെപ്പറേറ്റ് ഐക്കണാണ് വേണ്ടത്. അപ്പോൾ ഞാൻ പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ആ ഫോൾഡറെ ഞാൻ icon 2 എന്ന് നെയിം ചെയ്യുകയാണ്, icon 2. അപ്പോൾ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ ആ ലെയറിന്റെ തൊട്ട് താഴെ ആ ഫോൾഡർ എന്നൊരു ഓപ്ഷനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോൾഡർ ക്രിയേറ്റ് ആവും. എന്നിട്ട് ഞാൻ ഈ ഒരു ഇമേജ് തന്നെയാണ് ഞാൻ ഡ്രാഗ് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഈ ഒരു ഇമേജ് തന്നെയാണ് ഞാൻ ഡ്രാഗ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്യാണ്. അതായത് ഓൾട്ട് പ്ലസ് മൂവ് ടൂളും അല്ലെങ്കിൽ സെലക്ട് ചെയ്ത ലെയർ ഏതാണെന്ന് വെച്ചാൽ എടുത്തിട്ട് മൂവ് ചെയ്തിട്ടാൽ സോറി, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ലെയർ ആണ് കട്ടായ. എൻ്റെ ഐക്കൺ ഞാൻ സെലക്ട് ചെയ്തു. അത് ഞങ്ങൾക്ക് പുതിയൊരു ഐക്കൺ തന്നെ ക്രിയേറ്റ് ചെയ്യാം വെളിയിൽ നിന്ന് എടുത്തിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ചെയ്യുക. ഗൂഗിളിൽ ഇപ്പോൾ പല ക്ലോക്കിൻ്റെ ഇമേജ് ഉണ്ട്. ഞാൻ ഓൾറെഡി ഒരു ക്ലോക്കിൻ്റെ ഇമേജ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ടെക്സ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് ഞാൻ ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ
പ്ലേസ് എംബഡഡ് എടുത്തു. ഈ ഒരു ക്ലോക്കാണ് ഞാൻ ഇവിടെ പ്ലേസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ ക്ലോക്കിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് വേറെ കളറുണ്ട്, ഈ ക്ലോക്കിന്റെ അകത്ത് വേറെ കളറുണ്ട്. പക്ഷെ നമുക്ക് ശരിക്കും വേണ്ടത് ഈ ഇത്രയും സർക്കിളും ഈ ഒരു ആരോസ് അല്ലെങ്കിൽ ഈ ഒരു ലൈൻ സെഗ്മെന്റ് ആണ് നമുക്കിപ്പോൾ വേണ്ടത്. ഓക്കെ, അപ്പോൾ എനിക്കിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു കളറും വേണ്ട. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഈ ഒരു ടൂൾ ബോക്സിനകത്തുള്ള എറേസർ ടൂൾ ഉണ്ട് കണ്ടോ, അതിനകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് 3 എറേസർ കിട്ടും. അതായത് എറേസ് ടൂള്, ബാക്ക്ഗ്രൗണ്ട് ടൂള്, മാജിക് ടൂള്. മാജിക് ടൂൾ വെച്ച് എറേസ് ചെയ്താൽ അപ്പോൾ അവർ പറയും ഇതുപോലെ ഇത് സ്മാർട്ട് ഒബ്ജക്റ്റ് ആണ്, എറേസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയും. ഒരു കുഴപ്പമില്ല, ജസ്റ്റ് ഓക്കെ കൊടുക്കുക, എറേസ് ചെയ്ത് കണ്ടില്ലേ. എറേസ് ചെയ്യുമ്പോൾ ഈ ഒരു കളറിൽ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ആ സെയിം കളറാണ്ട് പെട്ടെന്ന് എറേസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എറേസ് ചെയ്യാൻ പറ്റുന്ന വേറെ മാർഗം എന്ന് വെച്ചാൽ ഈ ഒരു കട്ട് ടൂൾ, അതായത് നേരത്തെ നമ്മളെടുത്ത ഷേപ്പ് ടൂളിന് തൊട്ട് താഴെ കട്ട് ടൂൾ ഉണ്ട്. ആ കട്ട് ടൂൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ നമ്മളിപ്പോൾ പ്ലേസ് ചെയ്ത ഒരു ഇമേജ് ലെയർ ഉണ്ടല്ലേ, അതിന് നമ്മൾ പുതിയൊരു ലെയർ ആയിട്ട് മെർജ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ലെയർ ക്രിയേറ്റ് ആയി. ഹാൻഡ് റൈസ് ചെയ്തല്ലോ, എന്റെ ഡൗട്ടിന്റെ ആണോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, അപ്പോൾ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഈ ഒരു ലെയർ ആയിട്ട് മെർജ് ചെയ്യുന്ന എങ്ങനെയാ വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് പുതിയ ക്രിയേറ്റ് ചെയ്ത ലെയറും പഴയ വന്ന ഫോട്ടോ അല്ലെങ്കിൽ വെക്ടർ ഇമേജ് അല്ലെങ്കിൽ റാഫ്റ്റർ ഇമേജിന്റെ ലെയർ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സെലക്ട് ചെയ്ത ഏതെങ്കിലും ഒരു ലെയറിനകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ മെർജ് ലെയർ എന്നൊരു ഓപ്ഷൻ വരും. ആ മെർജ് ലെയർ എടുത്തിട്ട് ഈ ഒരു സെലക്ട് ടൂൾ വെച്ച് ജസ്റ്റ് എവിടേക്കാണ് കട്ട് ചെയ്യേണ്ട ആ ഒരു ഏരിയ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുത്താൽ ആ ലെയർ ഡിലീറ്റ് ആവും. പക്ഷേ ഇങ്ങനെ കട്ട് ചെയ്യണമെങ്കിൽ നല്ല ഹാർഡ് വർക്ക് അല്ലെങ്കിൽ നല്ല ഫോക്കസ് ചെയ്ത് നല്ല സൂമിങ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനും കുറച്ച് എളുപ്പമായിട്ടുള്ളതാണ് ഈ ഇമേജ് അല്ലെങ്കിൽ ഈ എറേസ് ടൂൾ വെച്ചിട്ട് ഇമേജ് എറേസ് ചെയ്യുന്നത്. ജസ്റ്റ് ക്ലിക്ക് ചെയ്തു, ബാക്കിയെല്ലാം എറേസ് ആയി, നമുക്ക് ആവശ്യമുള്ള ഏരിയ മാത്രം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് റീസൈസ് ചെയ്യുകയാണ്. ഓൾഡ് പ്രസ് ചെയ്തു, എന്നിട്ട് നമ്മുടെ മൂവ് ടൂൾ എടുത്തു, റീസൈസ് ചെയ്തു. ഓക്കെ, ഞാൻ റീസൈസ് ചെയ്തു. അപ്പോൾ എനിക്ക് ഇവിടെ കറക്റ്റ് ആ ഒരു ഏരിയ തന്നെ കിട്ടി. ഓക്കെ ഓക്കെ അപ്പോൾ എനിക്ക് ഇവിടെ വേണ്ടത് ഒരു ബ്ലാക്ക് കളർ അല്ല, എനിക്ക് വൈറ്റ് കളറാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ലെയർ സെലക്ട് ചെയ്തു, എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തു, എന്നിട്ട് സ്ട്രോക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ സ്ട്രോക്കിനകത്ത് പോവുക. ഇപ്പോൾ എനിക്കൊരു വൈറ്റ് വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ വൈറ്റ് കൊടുത്തു, എന്നിട്ട് സ്ട്രോക്ക് അഡ്ജസ്റ്റ് ചെയ്യുക. അഡ്ജസ്റ്റ് ചെയ്യുക. ഞാൻ ഇപ്പോൾ ഇൻസൈഡ് തന്നെ എടുക്കുകയാണ്, എന്നിട്ട് ജസ്റ്റ് സ്ട്രോക്ക് അഡ്ജസ്റ്റ് ചെയ്യുക. കണ്ടില്ലേ? അപ്പോൾ എൻ്റെ ആ ഒരു ക്ലോക്ക് അല്ലെങ്കിൽ ആ ഒരു സിമ്പിള് എനിക്ക് അവിടെ വന്നിട്ടുണ്ട്. ഇനി എനിക്ക് അടുത്ത വേണ്ട നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു ലൈനും പിന്നെ ആ ഒരു ടെക്സ്റ്റ് ഫയലാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്തുള്ള ഫയൽ തന്നെയാണ് ഞാൻ കോപ്പി ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ ഐക്കൺ 1-നകത്ത് ഒരു ലെയർ ഉണ്ടല്ലോ, ആ ലെയർ തന്നെ ഞാൻ കോപ്പി ചെയ്യാണ്. സോറി, കോപ്പി ആയില്ല. ഞാൻ അത് ക്രിയേറ്റ് ചെയ്യാം, ഒന്നുകൂടെ ക്രിയേറ്റ് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ആ ഫയൽ ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് സെലക്ട് ചെയ്ത ഫയൽ എടുത്തു, ഒരു ലെയർ ക്രിയേറ്റ് ചെയ്തു, അതിനകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്തു, എന്നിട്ട് ഫിൽ എന്നൊരു ഓപ്ഷൻ കൊടുത്തു. കളർ ഓൾറെഡി വൈറ്റ് ആണ് കിടക്കുന്നത്, അതുകൊണ്ട് ഞാൻ വൈറ്റ് കൊടുത്തു. അപ്പോൾ എൻ്റെ ഫയൽ വൈറ്റ് ആയി. ഞാൻ റീസൈസ് ചെയ്യുകയാണ്, ജസ്റ്റ് ഓൾറെഡി പ്രസ് ചെയ്ത് റീസൈസ് ചെയ്തു. ഓക്കെ, എൻ്റെ ഫയൽ റീസൈസ് ആയി. അടുത്ത എനിക്ക് വേണ്ട ടെക്സ്റ്റ് ഫയലാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ ഇത്രയും ഒരു ഏരിയ എന്ന് പറയുന്നത് ഐക്കൺ 2-നകത്ത് വരണം. അപ്പോൾ പക്ഷേ ഇതിനകത്ത് ഈ ഒരു ഏരിയ കിടക്കുന്നത് എല്ലാം ഐക്കൺ 2-ന്റെ വെളിയിലാണ്. അപ്പോൾ ഞാൻ ഇത് എല്ലാം കൊണ്ട് സെലക്ട് ചെയ്യുവാണ്, എന്നിട്ട് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഐക്കൺ 2-നകത്ത് കൊണ്ടിട്ടു. ഓക്കെ, അപ്പോൾ ഐക്കൺ 2-നകത്ത് കൊണ്ടിട്ടു. ഇനി അടുത്ത എനിക്ക് വേണ്ട ടെക്സ്റ്റ് ഫയലാണ്. അപ്പോൾ ഈ ഒരു ലെയറിനകത്ത് തന്നെയാണ് എനിക്ക് ടെക്സ്റ്റ് ഫയലും വേണ്ടത്. ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു, ടെക്സ്റ്റ് ഫയൽ എടുത്തു, ഇവിടെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് ഇവിടെ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ടൈമാണ്. അപ്പോൾ ഫ്രം സോറി ഓക്കെ,
അപ്പോൾ ഞാൻ ടെക്സ്റ്റ് ആഡ് ചെയ്തു. പക്ഷേ എനിക്ക് ഇത്ര സൈസ് വേണ്ട, അതുകൊണ്ട് ഞാൻ ഒന്ന് ഇതും കൂടെ ഒന്ന് റീസൈസ് ചെയ്യുകയാണ്. അതിൻ്റെ ഫയൽ സെലക്റ്റഡ് ആണ്. ഓക്കെ, ഞാൻ എൻ്റെ ഫയൽ റീസൈസ് ചെയ്തു. ഞാൻ എന്നിട്ട് ഇപ്പോൾ മൂവ് ചെയ്യുന്നത് എൻ്റെ കീബോർഡ് യൂസ് ചെയ്താണ് മൂവ് ചെയ്യുന്നത്. കീബോർഡ് യൂസ് ചെയ്ത് മൂവ് ചെയ്തു. ഞാൻ ആ ഒരു ലൈൻ അല്ലെങ്കിൽ എനിക്ക് ആവശ്യമുള്ള സ്ഥലത്ത് ഞാൻ കൊണ്ട് പ്ലേസ് ചെയ്തു. ഓക്കെ, ഇനി എനിക്ക് വേണ്ടത് ഗൂഗിൾ മീറ്റ് അല്ലെങ്കിൽ ഇവിടെ ഇവിടെ ഞാൻ ഇപ്പോൾ വെച്ചേക്കുന്നത് വെച്ചാൽ ഷെഡ്യൂൾഡ് ഡേറ്റ്, അതേപോലെ തന്നെ ടൈം, പിന്നെ ഏതൊരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ എവിടെയാണോ നടക്കുന്നത് അതിൻ്റെ ഒരു ലോഗോയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇനി ഗൂഗിൾ മീറ്റിന് ലോഗോ വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി ഗൂഗിൾ മീറ്റിന് ലോഗോ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ കയറുക, എന്നിട്ട് ഇവിടെ ഗൂഗിൾ മീറ്റിന് കൊടുത്താൽ മതി. ഗൂഗിൾ മീറ്റ് കൊടുത്താൽ നിങ്ങൾക്ക് ലോഗോ കിട്ടും. അപ്പോൾ അതേപോലെ എടുക്കാം. അല്ലെങ്കിൽ എക്സാമ്പിളിന് PNG ട്രീ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. PNG ട്രീ ഈ ഒരു സൈറ്റിനകത്ത് കയറിയാൽ നിങ്ങൾക്ക് എല്ലാത്തിനെയും ഈ നേരത്തെ പറഞ്ഞ ലോഗോസ് കിട്ടും. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എറേസ് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ കളറായിട്ടോ കോമ്പിനേഷൻ വേണ്ട. ജസ്റ്റ് PNG ട്രീക്കകത്ത് കയറിയാൽ നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ PNG എല്ലാം കിട്ടും. ഇവിടെ കൊണ്ടുവന്ന് ജസ്റ്റ് ഗൂഗിൾ മീറ്റ് കൊടുത്താൽ മതി. ഇതിനകത്ത് ഉള്ളതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗൂഗിൾ മീറ്റിന് ലോഗോസിനകത്തുണ്ട്. ഇതാണ് ആ ഒരു നമുക്ക് വേണ്ട ഔട്ട്ലൈൻ മാത്രം. അപ്പോൾ എൻ്റെ ഓൾറെഡി കിടപ്പുള്ളതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ ആവശ്യമുള്ള ആൾക്കാരെല്ലാം ഇതിനകത്ത് കയറി എടുക്കുക. അപ്പോൾ ജസ്റ്റ് ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇപ്പോൾ എംബഡ് ചെയ്യാൻ പോകുന്നില്ല. ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നില്ല. ഞാൻ അപ്പോൾ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാണ്. icon 3 എന്ന് പറഞ്ഞിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഫോൾഡർ ഐക്കണെ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് icon 3 എന്ന് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ നെയിം ആയിട്ടുണ്ട്. എൻ്റെ പ്ലേസ് എംബഡഡ് ചെയ്യുവാണ്. ഓൾറെഡി ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, എനിക്ക് കുഴപ്പമില്ല. ഞാൻ എടുത്ത് വെച്ചു. ഓക്കെ, ഞാൻ റീസൈസ് ചെയ്തു, കുറച്ചുകൂടെ ഹൈറ്റ് കുറച്ചു. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ ഒരു ലോഗോയും എനിക്ക് എന്താണ് ആ ഒരു വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് ആ ഒരു കളറിനകത്താണ്, കളർ കോമ്പിനേഷനാണ് എനിക്ക് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ആ ലോഗോയ്ക്ക് എൻ്റെ ഈ ഒരു ഏരിയ ഉണ്ടല്ലേ, ഒരു വൈറ്റ് ഷെയ്ഡുള്ള ഏരിയ, അവിടെ ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്തു, ബ്ലെൻഡിങ് ഓപ്ഷൻസ് എടുത്തു. എന്നിട്ട് കളർ ഓവറിലെ അതിനകത്ത് കയറിയാൽ എനിക്ക് കളർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. വേണ്ട ഒരു ഓക്കെ, ഈ ഒരു ലെയർ ഓക്കെ. അതായത് ഞാൻ സ്റ്റോക്ക് ആഡ് ചെയ്യാണ്. അതിനകത്ത് ഞാൻ ബ്ലാക്ക് കൊടുക്കുകയാണ്. ഞാൻ ബ്ലാക്ക് കൊടുത്തു. ഓക്കെ, ബ്ലാക്ക് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. ഓക്കെ, എനിക്ക് ആവശ്യമുള്ള രീതിയിൽ ഈ ലോഗോ ആയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഞാൻ ലോഗോ പ്ലേസ് ചെയ്തു. അപ്പോൾ എൻ്റെ ഈ ഒരു ലെയർ ആ ഗ്രൂപ്പിനകത്തല്ല കിടന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഡ്രാഗ് ചെയ്ത് ഗ്രൂപ്പിനകത്ത് എടുത്തിട്ടു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഈ ഒരു ലൈനാണ് എനിക്ക് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഡ്രാഗ് ചെയ്തു. ഓക്കെ, ലൈൻ ആയിട്ടുണ്ട്. ഞാൻ അതിനെ ലെയറിലേക്ക് ഒരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ആ ലൈൻ അല്ലെങ്കിൽ ആ സെലക്ട് ഏരിയയ്ക്ക് അത് റൈറ്റ് ക്ലിക്ക് ചെയ്തു, ഫില്ല് ചെയ്തു. ഓൾറെഡി എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ അല്ലെങ്കിൽ ഞാൻ സെലക്ട് ചെയ്ത് വെച്ച കളർ വൈറ്റ് ആണ്, ഞാൻ പിന്നെ സെലക്ട് ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ കൊടുത്തു. സെലക്ട് ചെയ്യുമ്പോൾ എൻ്റെ ആ ഒരു ലൈൻ അല്ലെങ്കിൽ എനിക്ക് ആവശ്യമുള്ള ലൈൻ എന്ന് പറയുന്നത് എൻ്റെ കൈ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി എനിക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ എനിക്ക് ഇവിടെ ആ ഒരു ലൊക്കേഷൻ അല്ലെങ്കിൽ ഒരു വേറെ ടെക്സ്റ്റ് ഫയലാണ് ഉണ്ട്. അതിന് വേണ്ടി ഞാൻ ഇവിടെ ടെക്സ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യാണ്. ഗൂഗിൾ മീറ്റ്. ഓക്കെ, എൻ്റെ ഫയൽ ക്രിയേറ്റ് ആയി. ഇനി അടുത്ത മൂവിയാണ്. അതിനുവേണ്ടി മൂവ് ടൂൾ എടുത്തു, ഒന്ന് റീസൈസ് ചെയ്തു. മൂവ് ചെയ്തു. അപ്പോൾ എനിക്ക് എൻ്റെ ഈ ഒരു ഏരിയയുടെ, അതായത് ഈ എൻ്റെ 3 ഐക്കൺസിൻ്റെയും ഏരിയ ഒന്നുകൂടെ കുറയ്ക്കണം എന്നുള്ളതുണ്ട്, അല്ലെങ്കിൽ റീസൈസ് ചെയ്യണം എന്നുള്ളതുണ്ട്. എൻ്റെ 3 ഫോൾഡറും, അതായത് എനിക്കിപ്പോൾ ഈ ഒരു 3 ഒരുമിച്ച് റീസൈസ് ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ 3 ഫോൾഡറും ക്ലിക്ക് ചെയ്തു. അല്ലാതെ എനിക്ക് ഈ ഒരു 3 സെപ്പറേറ്റ് ഫയൽ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഫോൾഡർ ചെയ്തുകൊണ്ട് ഇതെല്ലാം ഓരോ ഗ്രൂപ്പ് ചെയ്തുകൊണ്ട് എനിക്ക് എല്ലാ 3 ഗ്രൂപ്പിനെ ഒരുമിച്ച് സെലക്ട് ചെയ്താൽ എനിക്ക് ഇതിനെ റീസൈസ് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, ഞാൻ എന്നെ റീസൈസ് ചെയ്തു. ഞാൻ ഇപ്പോൾ കീബോർഡ് യൂസ് ചെയ്താണ് ഞാൻ ഇപ്പോൾ മൂവ്മെന്റ് കൊടുക്കുന്നത്. ഓക്കെ, റീസൈസ് ചെയ്തു. ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇതിനകത്തെ കണ്ടന്റ് എല്ലാം വായിക്കാനും പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ സൈസും അത്യാവശ്യം കുറച്ചിട്ടുമുണ്ട്. ഓക്കെ, ഇനി എനിക്ക് അടുത്ത ആവശ്യം എന്ന് പറയുന്നത്
ഏരിയ അല്ലെങ്കിൽ ഈ ഒരു റെക്ടാങ്കുലർ ബോക്സ് ആണ് എനിക്ക് വേണ്ടത്. അതിന് ഓൾറെഡി ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഗൂഗിളിൽ കയറിയാലും റെക്ടാങ്കുലർ ബോക്സ് ആണ് കിട്ടുക, അല്ലെങ്കിൽ റെക്ടാങ്കുലർ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ബോക്സ് ഈ ഒരു PNG ട്രീക്ക് അത് കിട്ടും. ജസ്റ്റ് ഇപ്പോൾ ഫ്രീ സൈൻ ഇൻ ചെയ്തിട്ട് ഈ ഒരു ഇതിനകത്ത് അക്കൗണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം ഏതോ 5 or 6 എണ്ണം അത്രയും എന്തോ എമൗണ്ട് മാത്രമേ ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ സൈൻ ഇൻ ചെയ്തിട്ടുന്ന അത് ഏതാണ്ട് ഓൾമോസ്റ്റ് 10 to 15 വരെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമുള്ള ഏതൊരു ഔട്ട്ലൈനോ അല്ലെങ്കിൽ എന്തൊരു കീവേഡോ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് അതിനകത്ത് ഇതിന് ഈ ഒരു PNG ട്രീക്കകത്ത് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ കിടപ്പ് ഉള്ളതുകൊണ്ട് ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നില്ല. ഞാൻ ഇതിനകത്ത് തന്നെ കോപ്പി എടുക്കുവാണ്. ജസ്റ്റ് ഡിസൈനകത്ത് കയറുക, എൻ്റെ അതിനകത്ത് ഞാൻ ഓൾറെഡി റെക്ടാങ്കിൾ ഷേപ്പ് ഇട്ടുകൊണ്ട് ഞാൻ അതങ്ങ് കോപ്പി എടുത്തു. ജസ്റ്റ് കോപ്പി എടുത്തിട്ട് ഒന്ന് റീസൈസ് ചെയ്തു. ഓക്കെ, ഇവിടെ ഏകദേശം ഈ ഒരു ഏരിയ കൊണ്ട് വെച്ചു. എനിക്ക് എന്നിട്ട് വേണ്ടത് എൻ്റെ ടെക്സ്റ്റ് ഫയലാണ്. ടെക്സ്റ്റ് ഫയല് അതിനകത്ത് ഞാൻ ഒരു അതായത് ബുക്ക് യുവർ സീറ്റ് ടുഡേ എന്നാണ് എൻ്റെ കണ്ടന്റ് ഇവിടെ വരേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തു. ബുക്ക് യുവർ സീറ്റ് ടുഡേ എന്ന കണ്ടന്റ് ഓക്കെ. ഓക്കെ, ഇതാണ് എനിക്ക് വേണ്ട കണ്ടന്റ്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഒരു അത്യാവശ്യം ഒരു ബോൾഡ് ആണ് വേണ്ടത്. അപ്പോൾ ഞാൻ സെമി ബോൾഡ് എടുത്തു. ഓക്കെ, ഇപ്പോൾ ഓക്കെ ഞാൻ ഇത് ഡ്രാഗ് ചെയ്തിടുവാണ്. ഓക്കെ, റീസൈസ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ഈ ടെക്സ്റ്റ് ഫയൽ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തു. പക്ഷേ ഇവിടെ ആ ടെക്സ്റ്റ് ഫയൽ കാണുന്നില്ല. അത് കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഈ ഒരു ഡിസൈൻ ലെയർ ഇല്ലേ, ഈ ഡിസൈൻ ലെയർ എൻ്റെ ടെക്സ്റ്റ് ഫയലിൻ്റെ മുകളിലാണ്. അത് ഞാൻ കാണിച്ചുതരാം. കണ്ടോ, എൻ്റെ ടെക്സ്റ്റ് ഫയൽ ഇവിടെ കിടപ്പുണ്ട്. പക്ഷേ എൻ്റെ ഈ ഒരു ഷേപ്പ് അല്ലെങ്കിൽ ഈ ഒരു റെക്ടാങ്കിൾ എൻ്റെ ടെക്സ്റ്റ് ഫയലിൻ്റെ മുകളിലാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഈ ടെക്സ്റ്റ് ഫയലിൽ ആ ഡിസൈനിന് മുകളിൽ കൊണ്ടിട്ടാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ടെക്സ്റ്റ് ഫയലിൻ്റെ കളർ ബ്ലാക്ക് ആക്കുവാണ്. സെലക്ട് ചെയ്തു, ജസ്റ്റ് ബ്ലാക്ക് കളർ സെലക്ട് ചെയ്തു. ഓക്കെ, അതിൻ്റെ സെലക്ട് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തു. ഞാൻ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, ഹൈറ്റിന് അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനി എനിക്ക് അടുത്ത വേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു പാർട്ടാണ്. അതായത് സോഷ്യൽ മീഡിയയുടെ ഐക്കൺസ്, പിന്നെ അതേപോലെ തന്നെ ഞങ്ങളുടെ അതായത് നമ്മുടെ ഓപ്പൺ സ്കൂളിങ്ങിൻ്റെ ഒരു വെബ് ലൈൻ ആണ് എനിക്ക് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ ആൾക്കാരല്ലേ, ഈ പുതിയൊരു വേർഷൻ ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഐക്കൺ തന്നെ എല്ലാ ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. അത് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇതിനകത്ത് തന്നെ ഞാൻ സോഷ്യൽ മീഡിയ കൊടുത്തില്ലേ, അതിനകത്ത് ഏതൊരു ഐക്കണാണ് വേണ്ടത് അവിടെ കൊണ്ട് റൈറ്റ് ക്ലിക്ക് സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ എക്സ്പോർട്ട് as PNG എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഈ എക്സ്പോർട്ട് as PNG കൊടുത്താൽ നിങ്ങൾക്ക് ഫുൾ ലെയർ അല്ലെങ്കിൽ ഈ ഒരു ഐക്കൺ നിങ്ങൾക്ക് വേറൊരു ഫോട്ടോയ്ക്കകത്ത് ഇങ്ങനെ കോപ്പി അല്ലാതെ തന്നെ പ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനാണ് ഈ എക്സ്പോർട്ട് as PNG എന്നൊരു ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ ഓൾറെഡി ഞാൻ വർക്ക് ചെയ്യുന്നതായതുകൊണ്ട് എൻ്റെ കയ്യിൽ ഓപ്പൺ സ്കൂളിങ്ങിൻ്റെ ഈ ഒരു സോഷ്യൽ മീഡിയ ഐക്കൺ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് അത് തന്നെ ഇങ്ങോട്ട് അങ്ങ് എംബഡ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ പ്രൊജക്ട് ഫയലിനകത്താണ് കിടക്കുന്നത്. ഞാൻ ജസ്റ്റ് പ്രൊജക്ട് ഫയലിനകത്ത് കയറുവാണ്. എൻ്റെ പ്രൊജക്ട് ഫയലിൽ കയറി, പ്രൊജക്ട് ഫയലല്ല, ലോഗോസിനകത്ത് കിടപ്പുണ്ട്. ഓക്കെ, എൻ്റെ കയ്യിൽ ഓപ്പൺ സ്കൂളിങ്ങിൻ്റെ ആ ഒരു ലിങ്ക് ട്രീ ലിങ്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ലിങ്ക് ഓൾറെഡി എൻ്റെ കയ്യിൽ കിടപ്പുണ്ട്. ഞാൻ അത് ജസ്റ്റ് എടുത്ത് വിസിബിൾ ആക്കി അല്ലെങ്കിൽ പ്ലേസ് ചെയ്തു. ഓക്കെ, എൻ്റെ സോഷ്യൽ മീഡിയ ലിങ്ക് പ്ലേസ് ആയിട്ടുണ്ട്. ഇനി അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്തേക്കുന്നത് വെച്ചാൽ ഈ ഒരു ഈ ഒരു QR കോഡാണ്. ഈ ഒരു QR കോഡ് ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഒരു QR കോഡ് ജനറേറ്ററിനകത്താണ് ഞാൻ ജസ്റ്റ് QR കോഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് പോയിട്ട് നിങ്ങൾ ഇഷ്ടമുള്ള എന്തൊരു ടെക്സ്റ്റ് ഫയൽ അല്ലെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്താൽ ഇവിടെ QR കോഡ് ജനറേറ്റ് ആവും. അത് ജസ്റ്റ് നിങ്ങൾ സേവ് ചെയ്താൽ മാത്രം മതി. അത് PNG ആയിട്ട് സേവ് ചെയ്യാനെനിക്ക് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ PNG ആയിട്ട് സേവ് ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ ഞാൻ ചെയ്യുന്നില്ല, ഞാൻ കുറച്ചും കൂടെ ചെയ്തൊരു QR കോഡ് എൻ്റെ കിടപ്പുണ്ട്. ഞാൻ അത് എടുക്കുവാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഒരു QR കോഡ് എടുക്കുവാണ്. പ്ലീസ് എംബഡ് ചെയ്തു. എൻ്റെ ഡൗൺലോഡ് ഫയലിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ ഡൗൺലോഡ് കയറി QR കോഡ് എടുത്ത് വെച്ചു.
ഓക്കെ, അപ്പോൾ ഞാൻ ഈ QR കോഡ് എടുത്ത് വെച്ചു. പിന്നെ ഇതിനകത്ത് കാണുന്ന ഈ ഒരു സ്കാനിങ് ഏരിയ ആണെങ്കിലും പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ലോഗോ ആണെങ്കിലും ഇത് രണ്ടും ഒരു ഓൺലൈൻ QR കോഡിനകത്ത് ജനറേറ്റ് ചെയ്തപ്പോൾ ഞാൻ ആഡ് ചെയ്തതാണ്. അതല്ലാതെ എക്സ്റ്റേണൽ ആയിട്ട് ആഡ് ചെയ്ത കാര്യമല്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്താലും ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്യാനും എന്താണ് റീഡയറക്റ്റ് ആവുന്നത് ഒരേ ലിങ്കിലേക്കാണ്. സോ ജസ്റ്റ് ഇത് ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒരു അട്രാക്ഷന് വേണ്ടി ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അത് രണ്ടും ചെയ്തു. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഡോട്ട്സ് അല്ലെങ്കിൽ ഈ ഒരു ലൈൻ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് ഇപ്പോൾ ചെയ്ത രണ്ടും ഒരു ഫോൾഡറിനകത്ത് ആക്കുവാണേ. ജസ്റ്റ് അതിന് വേണ്ടി ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. അതിന് ഇപ്പോൾ സോഷ്യൽ മീഡിയ നോക്കാം. സോഷ്യൽ മീഡിയ ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് എന്നോട് ക്രിയേറ്റ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് എന്നിട്ടോട്ട് ഇട്ടു. ഓക്കെ, അപ്പോൾ ഈ അടുത്തൊരു ഡിസൈനാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു ഡോട്ടർ ഫയല് എൻ്റെ അകത്ത് അല്ലാതെ കിടപ്പുണ്ട്, കണ്ടില്ല, സോറി. അതായത് പ്ലേസ് എംബഡിന് കൊടുക്കുക, എന്നിട്ട് ഡോട്ടർ ഫയൽ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡോട്ടർ ഫയലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വേറെ കളറുണ്ട്. അപ്പോൾ പക്ഷേ എനിക്ക് ഈ കളർ വേണ്ട. എന്നാലും നമ്മളിപ്പോൾ എത്ര ഈ എറേസ് ടൂൾ വെച്ച് വായിച്ചാൽ ഈ ഡോട്ടർ ഫയലിൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് മൈന്യൂട്ടായിട്ടുള്ള കുറേ ഡോട്ട്സ് ഉണ്ട്. അപ്പോൾ ആ ഡോട്ട്സ് എല്ലാം എനിക്ക് വേണം. പക്ഷേ ഈ ഡോട്ടർ ഫയലിനകത്ത് നമ്മൾ എറേസ് ടൂൾ വെച്ച് വായിക്കുന്ന സമയത്ത് ഈ ഡോട്ട്സ് ഒന്നും കിട്ടത്തില്ല. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സിമ്പിളായിട്ടുള്ള വേ പറഞ്ഞുതരാം. ജസ്റ്റ് വെബ്സൈറ്റിൽ കയറുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക, എന്നിട്ട് റിമൂവ് .bg എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ലൈക്ക് ഒരു ഇത് എല്ലാവർക്കും എളുപ്പമാണ്. അതായത് ഇപ്പോൾ മൊബൈലിനകത്ത് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ വെബ്സൈറ്റ് അല്ലെങ്കിൽ അഡോബ് ഫോട്ടോഷോപ്പ് ആയാലും ഏതൊരു യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഇത് കുറച്ചൊരു അഡ്വാൻറ്റേജ് ആണ്. ലൈക്ക് ഇപ്പോൾ ഇതിനകത്തൊരു ഫയൽ അപ്ലോഡ് ചെയ്യാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഈ ഫയൽ തന്നെ അപ്ലോഡ് ചെയ്യാം. അത് കുറച്ച് ടൈമിംഗ് എടുക്കും, ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഈ ഫയൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം റിമൂവ് ആയിട്ടുണ്ട്. എനിക്ക് ആ ഡോട്ടർ ലൈൻസ് മാത്രം കിട്ടുന്നുണ്ട്. ആ ഡൗൺലോഡായി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫോട്ടോഷോപ്പിലേക്ക് എംബഡ് ചെയ്യാണ്. അത് ഞാൻ ഡിസൈൻ എന്ന ഫോൾഡറിനകത്ത് ഒരു ലെയർ ക്ലിക്ക് ചെയ്തിട്ടാണ് എംബഡ് ചെയ്യുന്നത്. അപ്പോൾ പ്ലേസ് എംബഡ് ചെയ്തു. ഇതാണ് എൻ്റെ ഫയൽ കിടക്കുന്നത്. വേറെ അതെന്തോ ബാക്ക്ഗ്രൗണ്ട് എറേസ് ആയിട്ടില്ല, സോറി. എന്തോ ഒരു ഇഷ്യൂ വന്നു, അതല്ല. ഓക്കെ, പോട്ടെ. ഓക്കെ, ഞാനത് എന്തോ ഒരു ഇഷ്യൂ വന്നു, എന്താ അറിയില്ല, വെബ്സൈറ്റ് എന്തോ ഇഷ്യൂ വന്നു. ജസ്റ്റ് ഞാൻ അത് റിമൂവ് ചെയ്തു. ഓക്കെ, ഞാനത് റീസൈസ് ചെയ്യുവാണ്. റീസൈസ് ചെയ്തു. എനിക്കിപ്പോൾ ഈ ഒരു ഏരിയയിലാണ് വേണ്ടത്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ റീസൈസ് ചെയ്തിട്ട് ഞാൻ കൊണ്ട് പ്ലേസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഈ ഒരു ഡോട്ട് എനിക്ക് വൈറ്റിലാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഫയലിനകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് കളർ ഓവർലേ എന്നൊരു ഓപ്ഷനകത്ത് ഞാൻ വൈറ്റ് കൊടുത്തു. ഓക്കെ, ആ വൈറ്റ് അവിടെ വന്നു. ഇനി എനിക്ക് അടുത്ത വേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ലോഗോ ഉണ്ട്. ഓപ്പൺ സ്കൂളിങ്ങിൻ്റെ ലോഗോ ആഡ് ചെയ്യണം. അതേപോലെ തന്നെ ഈ ഇവിടെ ഒരു ടെക്സ്റ്റ് ഫയൽ ഉണ്ട്. ടെക്സ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്ന ഓൾറെഡി ഞാൻ പറഞ്ഞു തന്നു. നമുക്ക് ലോഗോ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഫോൾഡറിനെ ക്രിയേറ്റ് ചെയ്യാണ്. ലോഗോ എന്ന് പറഞ്ഞ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ എൻ്റെ വർക്ക് പ്ലേസിനകത്ത് ഓൾറെഡി ഞാൻ ലോഗോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം എൻ്റെ എളുപ്പത്തിന് ലോഗോ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആവശ്യമുള്ള ലോഗോസ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ലോഗോയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ ഒരു ലോഗോയാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അത് എനിക്ക് ടോപ്പിലാണ് വേണ്ടതുള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് റീസൈസ് ചെയ്യാണ്. റീസൈസ് ചെയ്തു, ഞാൻ കൊണ്ട് പ്ലേസ് ചെയ്തു. ഓക്കെ, എനിക്കിപ്പോൾ എൻ്റെ ലോഗോ വിസിബിൾ ആണ്, എൻ്റെ കണ്ടന്റ്സ് എല്ലാം വിസിബിൾ ആണ്. അതേപോലെ തന്നെ എന്താണ് വർക്ക്ഷോപ്പ് ചെയ്യുന്ന രണ്ടാൾക്കാരും വിസിബിൾ ആണ്. ഇനി അടുത്ത വേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് ഈ ഒരു സൈഡിൽ എൻ്റെ ഒരു ടാഗ് ലൈൻ ഉണ്ട്, ഫ്രീ ആൻഡ് ഓപ്പൺ ടു ഓൾ എന്നൊരു ടാഗ് ലൈൻ ഉണ്ട്. അപ്പോൾ ആ ടാഗ് ലൈനാണ് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് ഞാൻ എൻ്റെ ലോഗോ എൻ്റെ ഫോട്ടോയിലോട്ട് ഞാൻ ഒന്ന് പ്ലേസ് ചെയ്തു.
ഇനി അടുത്ത വേണ്ടത് എൻ്റെ ടാഗ് ലൈൻ ഇടാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ടെക്സ്റ്റ് ഫോൾഡർ ക്ലിക്ക് ചെയ്തു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഫോൾഡർ വേണമെങ്കിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ടെക്സ്റ്റ് ഫയൽ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് ഫോൾഡർ വൈസ് ഫോൾഡർ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ടെക്സ്റ്റ് ഫയൽ ആഡ് ചെയ്തു, എന്നിട്ട് ഇവിടെ കൊടുത്തു. അതായത് എൻ്റെ ടാഗ് ലൈൻ, അതായത് ഞങ്ങളുടെ ടാഗ് ലൈൻ എന്ന് പറയുന്നത് ഹാഷ്ടാഗ് ഫ്രീ ആൻഡ് ഓപ്പൺ ടു ഓൾ, ഇതാണ് ടാഗ് ലൈൻ. അപ്പോൾ അത് വിസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് വൈറ്റ് കളർ കൊടുത്തു. ജസ്റ്റ് ഒന്ന് ബോൾഡ് ആക്കിയിട്ടുണ്ട്, സൈസ് കുറച്ചു. ടാഗ് ലൈൻ, ഓക്കെ, ടാഗ് ലൈൻ വിസിബിൾ ആക്കി ബോൾഡ് ആക്കി. ഓക്കെ, ഓക്കെ. ഇപ്പോൾ ഫ്രീ ആൻഡ് ഓപ്പൺ ടു ഓൾ എന്ന ടാഗ് ലൈനും ഞാൻ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത വേണ്ടേ എന്ന് വെച്ചാൽ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലേ, ബാക്ക്ഗ്രൗണ്ടിനകത്ത് കുറേ ലോഗോസ് കിടപ്പുണ്ട്. അതേപോലെ തന്നെ വേറെ ഒരു പേപ്പർ അല്ലെങ്കിൽ വേറെ ഒരു ആപ്പിന്റെ ഒരു സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ അതിന്റെ കുറെ ബൾക്ക് ഓഫ് ഇമേജസും കിടപ്പുണ്ട്. അത് ഇനി എങ്ങനെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ആഡ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എനിക്കിപ്പോൾ വേണ്ടത് ഞാൻ ജസ്റ്റ് ഒരു ഫയൽ അല്ലെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചു ആ ലോഗോസ് കാണിച്ചു തരാം. പ്ലേസ് എംബഡ് ചെയ്തു. അതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ വേറെ കാര്യം കൂടെ കാണിച്ചു തരാം. ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, ഞങ്ങളുടെ ഓപ്പൺ സ്കൂളിങ്ങിന് തന്നെ ഒരു ലോഗോയാണ്. ആ ലോഗോയുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് വൈറ്റ് ആണ്. പക്ഷെ എനിക്ക് ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഇനി എത്ര റിമൂവ് ചെയ്യുന്ന പറഞ്ഞാലും, ലൈക്ക് അതിപ്പോ എത്ര റിമൂവ് ചെയ്യുന്ന പറഞ്ഞാലും ഇതിന്റെ ഓരോ ഇമേജസിന്റെ ഇടയ്ക്കും വൈറ്റ് കളർ ഉള്ളതുകൊണ്ട് ആ വൈറ്റ് എല്ലാം പിന്നെയും വന്നുകൊണ്ടേയിരിക്കും. ലൈക്ക് ഇപ്പോൾ ഇങ്ങനെ ഓരോ സിംഗിൾ ബൈ സ്റ്റെപ്പ് എടുത്ത് കളയേണ്ടി വരും. അത് വേണ്ടാതെ ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ സൈറ്റിൽ കയറുക, എന്നിട്ട് അപ്ലോഡ് ഇമേജ് കൊടുക്കുക. ഏത് ഇമേജ് ആണോ അല്ലെങ്കിൽ ഏത് ലോഗോയാണോ വേണ്ടത് ജസ്റ്റ് അപ്ലോഡ് ചെയ്യുക. അത് കുറച്ച് ടൈം എടുക്കും. കണ്ടോ, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം റിമൂവ് ആയിട്ടുണ്ട്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയ പിക്ക് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ബാക്ക്ഗ്രൗണ്ട് എല്ലാം റിമൂവ് ആയിട്ടുണ്ട്. എനിക്ക് ഈസിലി ഈ ഒരു ലോഗോ പ്ലേസ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ അത്രയും ഏരിയയായി. ഇനി അടുത്ത വേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് എനിക്ക് ആഡ് ചെയ്യണം. അപ്പോൾ അതിനു മുമ്പ് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. ഹലോ, ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ഇപ്പം ആഡ് ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് സ്റ്റെപ്പായ ആ ബാക്ക്ഗ്രൗണ്ടിലെ ഈ രണ്ട് ഇമേജസ് ഉണ്ടല്ലേ, ഈ രണ്ട് ഇമേജസ് ആണ് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ഗൂഗിളിൽ നിന്ന് രണ്ട് ഇമേജസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഇമേജും പിന്നെ എന്തോ ഒരു ഇഷ്യൂ ആണ്. പിന്നെ ഈ ഒരു ഇമേജുമാണ് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ ഒരു ഇമേജുമാണ് ഞാൻ അതിനകത്തോട്ട് ബാക്ക്ഗ്രൗണ്ടിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ആ ഒരു ബൾക്ക് ലോഗോസ് ഉള്ള ഒരു ഇമേജ് ഉണ്ടല്ലോ, അതിൻ്റെ ഓൾറെഡി ഞാൻ ബാക്ക്ഗ്രൗണ്ട് കളഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു എറേസർ ടൂൾ വെച്ചിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ കളഞ്ഞ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഒരു സൈറ്റിനകത്ത് ഈ remove.bg എന്ന സൈറ്റിൽ കയറിയിട്ടാണ് ഞാൻ റിമൂവ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ സൈറ്റിൽ കയറിയിട്ടാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ട് കളഞ്ഞേക്കുന്നത്. അപ്പോൾ ആ ഒരു ലോഗോ തന്നെയാണ് ഞാൻ ഇപ്പോൾ പ്ലേസ് ചെയ്യാനും പോകുന്നത്. അപ്പോൾ ഞാൻ അത് ഓപ്പൺ ചെയ്യുവാണ്. പ്ലേസ് എംബഡ് കൊടുത്തു. എൻ്റെ ഡൗൺലോഡ് ഫയലിനകത്താണ് കിടക്കുന്നത്. അതിനകത്ത് കിടക്കുന്ന എടുത്തിട്ട് ഓക്കെ. അപ്പോൾ ഒരു ചെറുതായിട്ടൊന്ന് ചരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് എൻലാർജ് ചെയ്യുകയാണ്. ഓക്കെ, ഞാൻ ഒന്ന് എൻലാർജ് ചെയ്തു, പ്ലേസ് ചെയ്തു. പക്ഷേ പ്ലേസ് ചെയ്തപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ എൻ്റെ ഈ റൈറ്റിങ്ങിൻ്റെയും അല്ലെങ്കിൽ ഈ ഡിസൈനിൻ്റെ എല്ലാം മേളിൽ കൂടെയാണ് ഈ ഒരു ലോഗോയുടെ ലെയർ വന്നേക്കുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെയല്ല വേണ്ടത്.
ഈ ലെയേഴ്സിനെ എല്ലാം താഴെയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ശരിക്കും ചെയ്ത ഫയൽ എന്ന് പറയുമ്പോൾ ഞാൻ ഈ ലോഗോ എല്ലാം അവസാനമാണ് ആഡ് ചെയ്തത്. കാരണം വെച്ചാൽ ഞാൻ ഈ ഇത്രയും ഏരിയ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതിനകത്തൊന്നും ലൈക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു കംപ്ലീറ്റ് അല്ലാത്ത പോലെ തോന്നി. അതുകൊണ്ടാണ് ഞാൻ ലോഗോ ആഡ് ചെയ്യാനുള്ള കാരണം. ഇപ്പോൾ ഞാൻ ഈ ലോഗോ അടി കൊടുക്കണം. അതിന് വേണ്ടി ഞാൻ ഈ ലെയർ കണ്ടില്ല, ഈ ലെയർ ഞാൻ ഡ്രാഗ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ടിന്റെ മേലിൽ കൊണ്ടിട്ടു. ഇപ്പോൾ ഈ ലെയർ എല്ലാം, അതായത് നമ്മൾ ലോഗോ ഇട്ട ലെയർ എല്ലാം താഴെയും വന്നു, ബാക്കി കണ്ടന്റ് എല്ലാം ലോഗോയുടെ മേളിലും വന്നു. അപ്പോൾ ഇനി അതിനെ അഡ്ജസ്റ്റ് ചെയ്യാം, അതിന്റെ ഓപ്പോസിറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആ ലെയറിന്റെ തൊട്ട് മേളിൽ തന്നെ ഓപ്പോസിറ്റ് ലെയർ ഉണ്ട്, അത് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. അതേപോലെ ജസ്റ്റ് ഫിൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ഒന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഓക്കെ, ഇനി ഞാൻ അടുത്ത് ആഡ് ചെയ്യാൻ പോകുന്നത് എൻ്റെ രണ്ടാമത്തെ ഇമേജായ ആ ഒരു ബൾക്ക് ഓഫ് ലോഗോസിൻ്റെയാണ്. അതിൻ്റെ ഓൾറെഡി ഞാൻ മറ്റേ ആ ഒരു റിമൂവ് ബീജ് എന്ന സൈറ്റിൽ കയറ്റി ഞാൻ ലോഗോസിൻ്റെ കളേഴ്സ് എല്ലാം എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് പ്ലേസ് ചെയ്യാണ്. ജസ്റ്റ് ഒന്ന് ഇതും കൂടെ സ്ലാൻഡ് ആക്കി വെച്ചിട്ട് പ്ലേസ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഇങ്ങോട്ട് പ്ലേസ് ചെയ്തു. ഓക്കെ ചെയ്തു. എന്നിട്ട് എനിക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റിക്ക് അത്യാവശ്യം ജസ്റ്റ് ലോഗോ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്പ് അല്ലെങ്കിൽ ഏതൊക്കെ ആപ്പ് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ജസ്റ്റ് കാണിക്കുന്ന രീതിയിലാണ് ഞാൻ ഇപ്പോൾ ലോഗോ ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെ ലോഗോയും പ്ലേസ് ചെയ്തു. അപ്പോൾ എൻ്റെ ഈ പോസ്റ്ററിനെ ഞാൻ ഏകദേശം ഒരു പുതിയ ഒരു റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അതായത് ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഏതൊരു കണ്ടന്റ് ആര് ചെയ്തതായിക്കോട്ടെ, നമ്മളിപ്പോൾ കോപ്പി അടിക്കുക അല്ലെങ്കിൽ ജസ്റ്റ് അതിനെ തന്നെ റീക്രിയേറ്റ് ചെയ്ത് നോക്കുക, എപ്പോഴും അത് നടക്കണമെന്നില്ല. കാരണം വെച്ചാൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്ക് എപ്പോഴും കോൺസെൻട്രേഷൻ ഉള്ളതായിരിക്കണം. പിന്നെ അതേപോലെ തന്നെ എന്താണ്, എപ്പോഴും എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ചേഞ്ച് എപ്പോഴും കാണും. അത് പൊതുവായിട്ടുള്ള കാര്യമാണ്. റീക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പുതിയ വർക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും എന്തെങ്കിലും ഒരു പോയിന്റ് കാണും, ചേഞ്ച് കാണും. ഓക്കെ, ഞാൻ ഇതിന്റെ ലിങ്ക് എല്ലാം ചാറ്റ് ബോക്സിൽ ഇട്ട് തരാം. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ ഒരു ഡ്രൈവ് ലിങ്ക് തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഡിസൈൻ ചെയ്യാനുള്ള ഓൺലൈനായിട്ട് ഇപ്പോൾ മൊബൈലിനകത്താണെങ്കിലും പി സിക്കകത്താണെങ്കിലും ഫോട്ടോഷോപ്പ് ഇപ്പോൾ ഓൺലൈനായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അതിന്റെ ലിങ്ക് ഞാൻ ഓൾറെഡി മോഡറേറ്റേഴ്സ് ആണെങ്കിൽ ചാറ്റ് ബോക്സ് ഇട്ടിട്ടുണ്ട്, ജസ്റ്റ് അതൊന്ന് നോക്കുക. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ ഒന്നുകൂടെ ഇട്ട് തരാം. അപ്പോൾ ഒരു ഫയലിന്റെ പേര് ഞാൻ പറഞ്ഞു, അതായത് ഗ്രാഫിക് ഡിസൈനിങ് ബേസ് ചെയ്ത് ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ഒരു ഡ്രൈവ് ലിങ്ക് ഞാൻ തരാം. ആ ഡ്രൈവിലോട്ട് ആ ഡ്രൈവിന്റെ ഫോൾഡറിലേക്ക് ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അത് ഒരു ടാസ്ക് പോലെ ജസ്റ്റ് എല്ലാവരും ചെയ്യുക. അപ്പോൾ ഇതാണ് ഡ്രൈവ് ലിങ്ക്. ആ ഡ്രൈവ് ലിങ്കിലേക്ക് എല്ലാവരും ഒന്ന് ഗ്രാഫിക് ഡിസൈൻ ബേസ് ചെയ്തുള്ള ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പോസ്റ്റർ തന്നെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു പോസ്റ്റർ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ക്രിയേറ്റിവിറ്റി വെച്ചിട്ട് ഗ്രാഫിക് ഡിസൈനിങ് എന്ന ടോപ്പിക്കിനെ പറ്റിയിട്ട് ഒരു പോസ്റ്റർ റീക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ആ ഡ്രൈവിലേക്ക് അപ്ലോഡ് ചെയ്യുക. ഇതുവരെ എല്ലാവർക്കും മനസ്സിലായോ? അല്ലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാനുണ്ടോ? മൈക്ക് ഓണക്കോ അല്ലെങ്കിൽ ചാറ്റ് ബോക്സിലോ ചോദിക്കാം. നമ്മുടെ ഈ പോസ്റ്റർ റീക്രിയേഷൻ നമ്മൾ കഴിഞ്ഞു, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്നതാണ്, ഒന്ന് ചോദിച്ചോളൂ. ജസ്റ്റ് ചാറ്റ് ബോക്സിലോ അല്ലെങ്കിൽ മൈക്ക് ഓൺ അൺമ്യൂട്ട് ചെയ്തോ ചോദിക്കാം. ഏത് ഏരിയ ആണെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യാം. അപ്പോൾ ഓൾറെഡി ഫീഡ്ബാക്ക് സെക്ഷൻ ആ ഒരു ഫോം എല്ലാം ഫില്ല് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണോ? അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഗ്രാഫിക് ഡിസൈനിങ് എന്നൊരു ടോപ്പിക്കിനെ പറ്റിയിട്ട് എല്ലാവരും ഒരു ചെറിയ നിങ്ങൾ സ്വന്തം ഐഡിയ വെച്ച് ഇത്രയും വലിയ ഡീറ്റെയിൽ ഒന്നും വേണ്ട, ഒരു ബാക്ക്ഗ്രൗണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട്, അതേപോലെ തന്നെ അത്യാവശ്യം ഒരു കണ്ടന്റ് അല്ലെങ്കിൽ എന്താണ് ഒരു ലോഗോ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ആ ഒരു പോസ്റ്റർ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അതായത് ഞാൻ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്ത ഡ്രൈവ് ലിങ്കിലേക്ക് ജസ്റ്റ് അപ്ലോഡ് ചെയ്ത് തരിക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ ഗ്രാഫിക് ഡിസൈനിങ് അല്ലെങ്കിൽ ഇപ്പോൾ നാളെ നടക്കാൻ പോകുന്ന വീഡിയോ എഡിറ്റിംഗ് നാളെ ഉണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം അതിനകത്ത് കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ മാക്സിമം എല്ലാവരും നമ്മുടെ ഡിസ്കോഡ്
സെയിം ആപ്പ് അല്ല, ഇപ്പോൾ സെയിം ആപ്പ് കാണുന്നില്ല. ഇപ്പോൾ ഫോട്ടോഷോപ്പിലാണ് ഞാൻ ഇപ്പോൾ ചെയ്തേക്കുന്നത്. വേണമെങ്കിൽ ഇപ്പോൾ ഇത് ക്യാൻവ എന്നൊരു ആൻഡ്രോയിഡിൽ അല്ലെങ്കിൽ iOS-നകത്ത് ആപ്പ് കിട്ടും. ഫോട്ടോഷോപ്പ് ചെയ്യുന്ന രീതി, ഫോട്ടോഷോപ്പ് ചെയ്യുന്ന ഏതൊരു ഫയലും ക്യാൻവയ്ക്കകത്ത് ഈ ലെയർ ബൈ ലെയർ ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോറി, ഞാൻ ഒരു കാര്യം വിട്ടുപോയി, സേവ് ചെയ്യാവുന്നത്. അപ്പോൾ അത് ഓർമ്മിപ്പിച്ചതിന് താങ്ക് യു. അപ്പോൾ എങ്ങനെ ഫയൽ സേവ് ചെയ്യാം? അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഒരു ഫയൽ ഇപ്പോൾ ചെയ്തേക്കുന്നത് ഫോട്ടോഷോപ്പ് ഫയലായിട്ടാണ്. അപ്പോൾ സേവ് ചെയ്യാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഫയൽ എടുക്കുക, എന്നിട്ട് സേവേഴ്സ് കൊടുക്കുക. സേവേഴ്സ് കൊടുക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ഇപ്പോൾ കൊടുക്കുന്നത് ഡൗൺലോഡ് എന്ന ഫോൾഡറിനകത്താണ്. അപ്പോൾ ജസ്റ്റ് അൺടൈറ്റിലാണ് നടക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. ജസ്റ്റ് സാമ്പിൾ കൊടുക്കുകയാണ്, സാമ്പിൾ. ഓക്കെ, സാമ്പിൾ എടുക്കുന്നത് അപ്പോൾ PSC, അതായത് ഫോട്ടോഷോപ്പ് എഡിറ്റബിൾ ഫയലാണ്. എപ്പോഴും ശ്രദ്ധിക്കുക, ഈ ഒരു സോഴ്സ് ഫയൽ അല്ലെങ്കിൽ ഈ ഒരു PST ഫയൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഫയൽ ഫ്യൂച്ചറിലോ അല്ലെങ്കിൽ ഇനി അങ്ങോട്ടോ അല്ലെങ്കിൽ ഇത് പബ്ലിഷ് ചെയ്യുന്ന സമയത്തോ എഡിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം JPG ഫയൽ ഫോട്ടോഷോപ്പിൽ എഡിറ്റ് ചെയ്യാൻ കട്ട് ചെയ്ത് കളയാനേ പറ്റത്തുള്ളൂ. അല്ലാതെ ഈ ടെക്സ്റ്റ് പിന്നെ എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഫോട്ടോ പിന്നെ മാറ്റാനോ പറ്റത്തില്ല. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ അതിൻ്റെ റീക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ജസ്റ്റ് എപ്പോഴും ഓർക്കുക, ഈ ഒരു ഫോട്ടോഷോപ്പ് ഫയൽ അല്ലെങ്കിൽ ഇതിൻ്റെ സേവ് ചെയ്യുന്ന ഫയൽ എപ്പോഴും ഫസ്റ്റ്ലി PSD അല്ലെങ്കിൽ ഫോട്ടോഷോപ്പ് ഫയലായിട്ട് തന്നെ സേവ് ചെയ്യുക. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ വേറെ ഗുണമെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുന്ന ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു ഗ്രാഫിക് ഡിസൈനർ അല്ലെങ്കിൽ ഡിസൈനർ എന്ന് പറയുമ്പോൾ യുണിക് ആയിരിക്കും വേറെ വല്ല കമ്പയർ ചെയ്യുന്ന സമയത്ത്. ചിലപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല വേറെ വല്ല ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ഒരു ഫയല് വേറെ ആരെങ്കിലും ഇതേപോലെ ഡിസൈൻ ചെയ്തു അവരെ ചെയ്തെന്ന രീതിയിൽ എവിടെയെങ്കിലും പബ്ലിഷ് ചെയ്യുന്ന വെച്ചോ, നിങ്ങൾ ചെയ്ത ഫയൽ കയ്യിൽ ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അത് ആർഗ്യൂ ചെയ്യാൻ പറ്റും. അതായത് ഇതേപോലെ ഞാനാണ് ഇത് ചെയ്ത്, ഇത്ര ദിവസമാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും എന്നാ ചെയ്തതെന്നും ഏത് ടൈമിലാണ് ചെയ്തതെന്നും എല്ലാം ഡീറ്റെയിൽസ് കിട്ടും. അപ്പം അങ്ങനെ ഒരു യൂസ് ഉണ്ട്. അപ്പം ഞാൻ ഇത് സേവ് ചെയ്യാണ്. അതായത് ഫയൽ നെയിം കൊടുക്കുക, എന്നിട്ട് PSD, അതായത് ഫോട്ടോഷോപ്പ് എഡിറ്റബിൾ ഫയലാണ്, അത് PSD എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഫയലായിട്ട് സേവ് ചെയ്തു. ഓക്കെ, സേവ് ചെയ്തു. അപ്പോൾ ഇനി വേണ്ടത്, ഇനി ഫോട്ടോഷോപ്പ് എഡിറ്റബിൾ ഫയൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ വാട്സാപ്പ് സ്റ്റാറ്റസ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ എവിടെയെങ്കിലും സെൻഡ് ചെയ്യാൻ പോലും പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വേണ്ടതെന്ന് വെച്ചാൽ ഒരു JPG ഫയലാണ് സേവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു ഇമേജ് ആയിട്ടാണ് സേവ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഫയലാസിൽ പോവുക, സേവേഴ്സ് ഓപ്ഷൻ എടുക്കുക, ഇവിടെ പോയിട്ട് JPG ഓപ്ഷൻ ഉണ്ടല്ലേ, JPG, JPJ, JPE, ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് സേവ് ചെയ്യുക. അപ്പോൾ സൈസ് വരും. അതിപ്പോൾ ഞാൻ മാക്സിമം ക്വാളിറ്റി ഇട്ടേക്കുവാണ്, അതായത് നല്ല ക്വാളിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഹൈ ക്വാളിറ്റി ഇട്ടേക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഓക്കെ കൊടുക്കുക. അപ്പോൾ എൻ്റെ JPG ഫോർമാറ്റും ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഡൗൺലോഡ് എടുത്ത് കയറുക. കണ്ടോ, എൻ്റെ ഇമേജ് ഫയൽ ഡൗൺലോഡ് ആയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ആ റാഫ്റ്റർ ഇമേജ് ഡൗൺലോഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി വേണ്ടത് വെക്ടർ ഇമേജ് ആണ്, അതായത് ഹൈ ക്വാളിറ്റി ഇമേജ് ആണ് വേണ്ടതെങ്കിൽ ജസ്റ്റ് എക്സ്പോർട്ട് പോവുക, ഫയൽ എടുക്കുക, എക്സ്പോർട്ട് പോവുക, എക്സ്പോർട്ട് ആസ് എടുക്കുക. അപ്പോൾ ഇത് ലോഡ് ആവും. ഇതിനകത്ത് സോറി ഫയൽ എടുക്കുക, എക്സ്പോർട്ട് പോവുക, സോറി സേവേഴ്സ് തന്നെ ചെയ്യാൽ മതി, കുറച്ച് എളുപ്പം. അത് കഴിഞ്ഞിട്ട് സേവേഴ്സിനകത്ത് കയറുക, എന്നിട്ട് ഫയൽ ടൈപ്പ് ഉണ്ട്, അതിനകത്ത് PDF എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ഫോട്ടോഷോപ്പ് PDF എന്നൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ, ഫോട്ടോഷോപ്പ് PDF. അത് ജസ്റ്റ് എടുക്കുക, സാമ്പിൾ കൊടുക്കുക, സേവ് ചെയ്യുക. അപ്പോൾ ഒരു ഡയലോഗ് ബോക്സ് വരും, ജസ്റ്റ് ഓക്കെ കൊടുക്കുക, സേവേഴ്സ് PDF കൊടുക്കുക, ജസ്റ്റ് കണ്ടിന്യൂ എടുക്കുക. ഇപ്പോൾ സേവിങ് ആവുന്നുണ്ട്, താഴെ സേവിങ് ആവുന്നുണ്ട്. ഓക്കെ, സേവ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതും കൂടെ കാണാം. അതായത് ഞാൻ ഫയൽ ഓപ്പൺ ചെയ്തു, എൻ്റെ ഡോക്യുമെൻ്റ് ഉണ്ട്, സാമ്പിൾ ഡോക്യുമെൻ്റ് കിടക്കുന്നുണ്ട്. എൻ്റെ ആ നേരത്തെ കണ്ട ആ ഒരു റാഫ്റ്റർ ഇമേജിൻ്റെ വെക്ടർ ഇമേജ് ആണിത്. അതായത് സൂം ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു പിക്സൽസ് കാണാൻ പറ്റത്തില്ല. അതായത് വെക്ടർ റാഫ്റ്റർ ഡിഫറൻസ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഷെയർ ചെയ്യുന്നത് ഈ ഒരു വെക്ടർ ഇമേജ് ആയിരിക്കും ഷെയർ ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം അങ്ങനെ സേവ് ചെയ്യാൻ നോക്കുക. പിന്നെ അപ്പോൾ ഇത്രേ ഉള്ളൂ, ഈ ഒരു ഗ്രാഫിക് ഡിസൈനിങ് വർക്ക്ഷോപ്പ് ഇത്രേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ ചോദിക്കുക. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ എപ്പോഴായിരുന്നെങ്കിലും,
അതായത് ഇപ്പോൾ ഈ ഒരു വർക്ക്ഷോപ്പിന് നമ്മൾ അതായത് ഈ ഒരു സപ്പോർട്ട് നമ്മൾ നിർത്തുന്നില്ല. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ കൂടെ ഡൗട്ട് ചോദിക്കാനോ അല്ലെങ്കിൽ എന്തൊരു ടോപ്പിക്കിനെ പറ്റി ഡൗട്ട് ക്ലിയർ ചെയ്യാനാണെങ്കിലും, പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഇനി ഫ്രണ്ടിലോട്ട് നിങ്ങൾ ഗ്രാഫിക് ഡിസൈനിങ് ചെയ്യുന്ന സമയത്ത് എന്തൊരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ആണെങ്കിലും നമ്മുടെ ഡിസ്കോഡ് ജോയിൻ ചെയ്യുക. അതിനകത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ടാഗ് വരും. അതായത് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് നമ്മുടെ അക്കാഡമി ജോയിൻ ചെയ്യാൻ പറ്റും. ഗ്രാഫിക് ഡിസൈനിങ് പിന്നെ അതേപോലെ തന്നെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഏരിയ ഓഫ് ഇൻട്രസ്റ്റിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ചാറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും ജോയിൻ ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ഏതൊരു ടൈമിലും ഡിസ്കോഡിനകത്താണെങ്കിലും ഹെൽപ്പ് ലൈൻ സപ്പോർട്ട് ഉണ്ട്. അഡ്മിൻ ആണെങ്കിലും സ്റ്റാഫ് ആണെങ്കിലും ഡിസ്കോഡിനകത്ത് ഹൈലി ആക്റ്റീവ് ആണ്. അപ്പോൾ മാക്സിമം എല്ലാവരും ഡിസ്കോഡിനകത്ത് ജോയിൻ ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നാളെ വീഡിയോ എഡിറ്റിങ്ങിന്റെ വർക്ക്ഷോപ്പ് ഉണ്ട്. അപ്പോൾ അത് മൊബൈൽ വീഡിയോ എഡിറ്റിംഗ് ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് അതിനകത്തും കൂടെ അറ്റൻഡ് ചെയ്ത് നോക്കുക. പിന്നെ അതേപോലെ തന്നെ മൊബൈലിനകത്ത് എങ്ങനെ ഫോട്ടോഷോപ്പ് അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈനിങ് ചെയ്യാം എന്ന രീതിയിലുള്ള വർക്ക്ഷോപ്പ് അപ്കമിങ് ആണ്. അപ്പോൾ മാക്സിമം എല്ലാവരും എല്ലാ വർക്ക്ഷോപ്പും അറ്റൻഡ് ചെയ്യുക. പിന്നെ അതേപോലെ ഓക്കെ പറഞ്ഞോളൂ. ഓക്കെ, ക്ലിയർ ആ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെഷൻ വളരെ യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിരുന്നില്ലേ സാറിന്റെ സെഷനൊക്കെ? വളരെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും വളരെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള സെഷൻ ആയിരുന്നു. ഓരോ പോയിന്റ് ഡൗട്ട്സ് ആണെങ്കിലും സാറ് വളരെ നന്നായി ക്ലിയർ ചെയ്ത് അത് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞങ്ങളുടെ ഒരു ഫസ്റ്റ് സീരീസ് ആണ്, വർക്ക്ഷോപ്പ് സീരീസ് ആണ്. ഇതിന് മുമ്പ് ഞങ്ങൾ വർക്ക്ഷോപ്സും വെബിനാർസും കണ്ടക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു വർക്ക്ഷോപ്പ് സീരീസ് ആയിട്ട് ഞങ്ങൾ ഇത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇപ്പം ഞങ്ങൾ ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾക്ക് കിട്ടിയ ഒരു റെസ്പോൺസിന്റെ ഒരു ബലം എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. സോ അപ്പോൾ തുടർന്നുള്ള വർക്ക്ഷോപ്സിലും ഇതേ ഒരു പാർട്ടിസിപ്പേഷനും ആക്റ്റീവ്നെസ്സും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇത്രയും മനോഹരമായ ഒരു ഇന്ററാക്ഷൻ സെക്ഷൻ ഞങ്ങൾക്ക് വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് തന്നെ നിങ്ങളുടെ ഒരു വലിയ സപ്പോർട്ട് കൊണ്ടാണ്. അപ്പോൾ നിങ്ങളുള്ള ഒരു വളരെ ഹൃദയത്തിൽ നിറഞ്ഞുള്ള ഒരു നന്ദി അറിയിച്ചുകൊള്ളുകയാണ് ഞങ്ങൾ ഈ നിമിഷം. അതുപോലെ തന്നെ ഈ ക്ലാസ് എടുത്ത ആനന്ദ് വളരെ ഇന്ററാക്റ്റീവ് ആയിട്ട് സെഷൻ എടുക്കുകയും കുട്ടികളുടെ ഡൗട്ട്സ് എല്ലാം പാർട്ടിസിപ്പൻസിന്റെ ഡൗട്ട്സ് എല്ലാം വളരെ നന്നായി ക്ലിയർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇനിയാണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കോഡിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ചോദിക്കാവുന്ന ഡൗട്ട്സ് ഒക്കെ ആണെങ്കിലും, പിന്നെ നിങ്ങൾ ചെയ്തിട്ടുള്ള വർക്ക്സോ ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഐഡിയാസ് ഒക്കെ വെച്ച് നിങ്ങൾ ചെയ്യുന്ന വർക്ക്സ് ഒക്കെ ആണെങ്കിലും ഞങ്ങൾക്ക് വാട്സപ്പ് ത്രൂ അല്ലെങ്കിൽ മെയിൽ ത്രൂ ഇമെയിൽ ത്രൂ ഒക്കെ ഞങ്ങൾക്ക് അയക്കേണ്ടതാണ്. അപ്പം നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്സും ഒക്കെയാണ് ഞങ്ങൾക്ക് ഇനിയാണെങ്കിലും മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഫീഡ്ബാക്ക് ഫോം ഫില്ല് ചെയ്യണം. ഞങ്ങളുടെ കുറവുകളെല്ലാം ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കണം. ഇനി ഞങ്ങൾക്ക് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിലും ഒക്കെ നിങ്ങളുടെ വിലയേറിയ കമന്റ്സ് ആവശ്യമാണ്. സോ എനിവേ ഒരിക്കൽ കൂടി താങ്ക് യു പറയുന്നു. നമുക്ക് ഈ സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ലീവ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിന്റെ അഭിനേഷ് ഒരു കാര്യം ആഡ് ചെയ്യാനുള്ളത്, ഇതിന്റെ ബാക്കി നാളെ ആ ടൈമിംഗ് കൂടി ഓക്കെ.